പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് പ്രമേഹം ഒരു മാറാരോഗം അല്ല എന്നാണ്. അതായത് പ്രമേഹ രോഗികളിൽ 90% പെടുന്ന ടൈപ്പ് 2 പ്രമേഹം 100% രോഗി ജീവിതശൈലി ക്രമീകരിക്കാൻ തയ്യാറായാൽ മാറ്റാൻ ആകും എന്നാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. ടൈപ്പ് 2 പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ്. അതിനാൽ അതിനെ മരുന്നുകൾ കൊണ്ട് മാറ്റാനാവില്ല, നിയന്ത്രിക്കാൻ മാത്രമേ സാധിക്കൂ. ഒരു നേരം ഇഞ്ചക്ഷനോ മരുന്നോ എടുക്കാതിരുന്നാൽ ഷുഗർ കൂടും. എന്നാൽ ജീവിതശൈലി ക്രമീകരിക്കാൻ തയ്യാറായാൽ 10 20 അതിൽ കൂടുതലോ വർഷങ്ങൾ ഇൻസുലിനും മരുന്നുകളും ഒക്കെ എടുത്തിട്ടും പ്രമേഹം മാറ്റാനാകാതെ രക്തത്തിലെ അമിത ഗ്ലൂക്കോസും മരുന്നുകളുടെ പാർശ്വഫലങ്ങളും മൂലം ഹൃദ്രോഗവും വൃക്കരോഗവും റെറ്റിനോപ്പതിയും ന്യൂറോപ്പതിയും ഉണങ്ങാത്ത മുറിവുകളും മൂലം അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന രോഗികൾക്ക് പോലും മരുന്നില്ലാതെ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാനാകും. മിക്കവരിലും ഒപ്പം തന്നെ അവയവങ്ങൾക്കുണ്ടായ കേടുപാടുകൾ ഒരു പരിധിവരെ റിപ്പയർ ചെയ്യാനും കഴിയുന്നതേ ഉള്ളൂ. പ്രമേഹത്തിൽ നിന്നും മുക്തി നേടാൻ ആഗ്രഹിക്കുന്നവർ എന്തെല്ലാം ശ്രദ്ധിക്കണം? രക്തത്തിലെ ഗ്ലൂക്കോസും ഇൻസുലിനും കൂടിയത് മൂലം രക്തക്കുഴലുകൾക്കും നെർവുകൾക്കും ഹൃദയത്തിനും കിഡ്നിക്കും കരളിനും കാഴ്ചയ്ക്കും കേൾവിക്കും ഒക്കെ തകരാറുകൾ ഉണ്ടായവർക്ക് ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ എന്ത് നേട്ടമാണ് ഉണ്ടാക്കാനാകുക? അവയവങ്ങൾക്കുണ്ടായ കേടുപാടുകൾ മാറ്റാൻ എന്ത് സാധ്യതകളാണ് ഉള്ളത്? ഒരു ഹെൽത്ത് ടിപ്പ് തരിക എന്നതിനുപരി ഈ രോഗത്തിന്റെ കാരണങ്ങളെയും രോഗം നേരത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങളെയും രോഗം ശരീരത്തെ എത്രമാത്രം ബാധിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനാ രീതികളെയും മോഡേൺ മെഡിസിനിൽ ലഭ്യമായ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും പരിമിതികളെയും കുറിച്ച് അറിവ് നൽകുകയും ഒപ്പം തന്നെ ജീവിതശൈലിയുമായി ഈ രോഗങ്ങൾക്കുള്ള ബന്ധവും ജീവിതശൈലി ക്രമപ്പെടുത്തുന്നതിലൂടെ രോഗപ്രതിരോധവും രോഗമുക്തിയും എങ്ങനെ സാധ്യമാക്കാം എന്നും മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനാൽ വീഡിയോ കുറച്ച് നീണ്ടുപോകാം. കൂടുതലായി ഈ രോഗത്തെയും അത് എങ്ങനെയാണ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നറിയാനും മനസ്സിലാക്കി അതിൽ നിന്ന് മോചനം നേടാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണിത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ പരിശോധനകൾ നടത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. ഡയബറ്റിസ് നമുക്ക് മാറ്റാൻ പറ്റുമോ പറ്റാത്തതാണോ എന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ ഇത് ഏത് ടൈപ്പിൽ പെട്ട ഡയബറ്റിസ് ആണെന്ന് അറിയണം. യൂഷ്വലി 2 തരമാണ് ഉള്ളത്. ബ്രോഡായിട്ട് നോക്കുമ്പോൾ 2 തരം. അതിൽ ഒന്ന് ടൈപ്പ് 1ഉം മറ്റത് ടൈപ്പ് 2. ടൈപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇൻസുലിൻ ഇല്ല, അതൊന്ന് ഇൻസുലിൻ കുറവായതുകൊണ്ട് വരുന്നതാണ് ടൈപ്പ് 1 എന്നാണ് നമ്മൾ ജനറലി കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ടൈപ്പ് 2. ടൈപ്പ് 2 എന്ന് പറയുന്നതാണ് 90% പേരിലും നമ്മളിപ്പോൾ ജനറലി കാണുന്നത് 100% ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ഒരു 10% പേര് മാത്രമേ ടൈപ്പ് 1 വരുന്നുള്ളൂ. അവിടെ ഇൻസുലിൻ്റെ കുറവാണ്. നമ്മളുടെ പാൻക്രിയാസ് ഇൻസുലിൻ ഉണ്ടാക്കുന്നില്ല. ആ പാൻക്രിയാസ് ഇൻസുലിൻ ഉണ്ടാക്കുന്ന കാരണമുള്ള പ്രത്യേകതരം സെല്ലുകളുണ്ട്. വയലറ്റ് സെൽസ് എന്ന് പറയും, ബീറ്റാ സെൽസ് എന്നൊക്കെ പറയും. അത് മുഴുവനും ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഒന്ന് നശിഞ്ഞു പോയി കഴിയുമ്പോഴാണ് ശരിക്കും ടൈപ്പ് 1 ഡിസീസ് നമുക്ക് മാറ്റാനാകാത്ത നിലയിലേക്ക് എത്തി ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആയി പോകുന്നത്. പലപ്പോഴും നമ്മൾ തുടക്കത്തിലെ കൊച്ചു പിള്ളേരിലായിരിക്കും യൂഷ്വലി അത് വരുന്നത്. ചെറുപ്രായത്തിൽ തന്നെ വരാം. ഒരു 4-5 വയസ്സ്, 4-ാം വയസ്സ്, പിന്നെ ഒരു 14 വയസ്സൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെയാണ് യൂഷ്വലി കാണുന്നത്. അപ്പൊ മിക്കവാറും ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻസുലിൻ ആവശ്യത്തിന് ഉണ്ടാവും, ബോഡി ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ഡയറ്റ് കൂടുതൽ കുട്ടികളാണല്ലോ ഉള്ള മധുരം എല്ലാം നമ്മൾ സ്വീറ്റ്സും എല്ലാം മേടിച്ചു കൊടുത്ത് അങ്ങനെ കഴിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഡയബറ്റീസ് വന്ന് അത് തന്നെയാണ് ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാക്കി അവരുടെ പാൻക്രിയാസിനെ നശിപ്പിച്ച് കളയുന്നത്. അപ്പൊ നമ്മൾ ആ തുടങ്ങിയ സമയത്ത് പാൻക്രിയാസിന് ഇൻസുലിൻ ലെവൽ, അതായത് നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസുലിന് അല്ല C-പെപ്റ്റൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും പാൻക്രിയാസ് നശിച്ചോ ഇല്ലയോ എന്നുള്ളത്. ആ സ്റ്റേജിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് ജീവിതശൈലി കറക്റ്റ് ചെയ്താൽ ചിലപ്പോൾ അത് ടൈപ്പ് 1 പ്രോഗ്രസ് ചെയ്ത് കംപ്ലീറ്റ് പാൻക്രിയാസ് നശിക്കുന്നതിന് മുമ്പ് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റിയെന്നിരിക്കും. പക്ഷെ അതിന് കുട്ടികൾക്കാണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട്
കുട്ടികൾ മാത്രം വിചാരിച്ചാൽ അത് നടക്കുകയില്ല. പേരൻസും കൂടെ വിചാരിക്കണം. പേരൻസിന്റെ ജീവിതശൈലിയിലെ പ്രശ്നങ്ങളാണല്ലോ കുട്ടികളിലേക്ക് വരുന്നത്. അവർക്ക് ഡയബറ്റീസും ടൈപ്പ് 1 ഒന്നും വന്നില്ലെന്നേ ഉണ്ടാവുള്ളൂ. പലപ്പോഴും ഈ ടൈപ്പ് 1 ഡയബറ്റീസ് വരുന്ന കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ടൈപ്പ് 2 ഡയബറ്റീസ് ഒക്കെ ഉണ്ടാകും. പക്ഷെ അവർ ജീവിതശൈലി കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആകില്ല. അപ്പൊ അവരുടെ ആ അക്യുമുലേറ്റഡ് ജീവിതശൈലിയിലെ പ്രശ്നങ്ങളാണ് കൊച്ചിന് ഈ കൊച്ചുനാളിലെ തന്നെ ഡയബറ്റീസ് വരുത്തുന്നത്. അവർക്കൊക്കെ പേരൻസിന് വന്ന് ചിലപ്പം കുറച്ച് പ്രായം കൂടി കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ അതാണ് നമ്മൾ ടൈപ്പ് 1 കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ടൈപ്പ് 1 തുടക്കത്തിലാണ് പാൻക്രിയാസ് നശിക്കുന്നതിന് മുമ്പാണ് ജീവിതശൈലി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ടൈപ്പ് 1 കുറിച്ച് പറയാനുള്ള ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പല പേഷ്യൻസിനെയും കണ്ടിട്ടുണ്ട്. ഒരു 18-17 വയസ്സിൽ തന്നെ, അല്ലെ ഒരു 14-15 വയസ്സിൽ തന്നെ ഡയബറ്റീസ് ആണെന്ന് അറിഞ്ഞ് അങ്ങ് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്ത് ടൈപ്പ് 1 ആണെന്നാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതൊക്കെ നോക്കിക്കഴിയുമ്പോൾ ചിലരുടെ ടൈപ്പ് 1 ഇൻസുലിൻ, ഈ C-പെപ്റ്റൈഡും ഇൻസുലിൻ ലെവലും ലോ നോർമൽ ആയിരിക്കും. അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് 2 കൊണ്ടുവരാൻ പറ്റും. ടൈപ്പ് 2 ഡയബറ്റീസ് തന്നെ ഡയബറ്റീസ് ഇല്ലാത്ത നിലയിൽ, അല്ല ഇൻസുലിൻ ഡിപ്പെൻഡൻസിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നിരിക്കും. അതറിയണമെങ്കിൽ നമ്മളിപ്പോൾ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്നവരുടെ ആണെങ്കിൽ ഇൻസുലിൻ ലെവൽ നോക്കിയിട്ട് കാര്യമില്ല, അവരുടെ C-പെപ്റ്റൈഡിന്റെ ലെവൽ നോക്കണം. C-പെപ്റ്റൈഡിന്റെ ലെവല് ലോ, തീരെ കുറഞ്ഞു പോയി 0.1 0.01 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും തിരിച്ച് പാൻക്രിയാസിനെ റിവൈവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു 0.4 5 6 7 നിൽക്കുന്നവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന എത്ര വർഷമായെന്നുള്ളതുമാണ് തുടങ്ങിയിട്ട്. അപ്പൊ അത് തുടങ്ങുന്നവരുള്ളത്. പക്ഷെ ചിലരിങ്ങനെ ഇൻസുലിൻ, അത് ശരിക്കും ഉള്ളത് ടൈപ്പ് ഇതായിരിക്കുകയല്ല, അതൊരു മോഡി അല്ലെങ്കിൽ മച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് മെലിറ്റസ് ഓഫ് ദി എന്നും പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അത് മിക്കവാറും അച്ഛനും അമ്മയും ഫാമിലിയിലായിട്ട് ഡയബറ്റിക് ആണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വരുന്ന, അപ്പൊ ഒരു ഇൻസുലിൻ ഡിപ്പെൻഡ് ആണെന്ന് എഴുതി അങ്ങ് എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ പലരെയും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഉള്ളത് ടൈപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി ഇൻസുലിൻ ആവശ്യത്തിന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ പല ടൈപ്പ് 2 പേഷ്യൻസും ഓൾറെഡി ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ ഇൻസുലിൻ നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിരിക്കും, അതായത് ഇൻസുലിന്റെ ലെവൽ ഒത്തിരി ഹൈ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരും നോക്കണം C-പെപ്റ്റൈഡ് എന്നുള്ള ഒരു ഇതാണ്. അത് ഇൻസുലിന്റെ ഒരു ഫ്രാക്ഷൻ ആണ് ശരിക്കും പറഞ്ഞു. അപ്പൊ C-പെപ്റ്റൈഡ് നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം അവരുടെ പാൻക്രിയാസ് ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയെന്ന്. അപ്പൊ C-പെപ്റ്റൈഡ് നോർമൽ ലെവലിൽ നിൽക്കും. പലരുടെയും C-പെപ്റ്റൈഡ് വെരി ഹൈ ലെവലായിരിക്കും, വെരി ഹൈ. നമ്മൾ C-പെപ്റ്റൈഡ് ശരിക്കും ഒരു 1 ഒക്കെ ഉണ്ടായാൽ മതി. അത് 5, 6, 7, 8 ഒക്കെ കാണാറുണ്ട് പലർക്കും. ഈവൻ 12, 15 ഒക്കെ ഉള്ള C-പെപ്റ്റൈഡ് ഉള്ളവരെ നമ്മൾ കാണാറുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ ഈ ഡയബറ്റീസിന്, ഈ പാൻക്രിയാസിനെ കൊണ്ട് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കിപ്പിക്കുന്ന കുറെ മരുന്നുകളുണ്ട്. അത് കഴിക്കുന്നവർക്കിൽ ചിലരിൽ ഒത്തിരി കൂടുതലായിരിക്കും C-പെപ്റ്റൈഡ്. അതായത് നമ്മുടെ ബോഡി തന്നെ ഒത്തിരി അധികം ആവശ്യം ഇൻസുലിൻ ഉണ്ടാക്കുക. അത് പ്രോബ്ലം ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും മരുന്ന് കൊടുത്ത് അതിനെ ഓവർകം ചെയ്യാൻ, കൂടുതൽ ഉണ്ടാക്കിക്കാനാണ് നോക്കുന്നത്. അതാണ് നമ്മുടെ ട്രീറ്റ്മെന്റിനകത്ത് വരുന്ന ഒരു പ്രോബ്ലം. അപ്പം ബേസിക്കലി ഈ 2 കാര്യങ്ങളാണ്, ഇൻസുലിൻ ഉണ്ടോ, ആവശ്യത്തിനുണ്ടോ ഇല്ലയോ, ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിഞ്ഞ് അത് കഴിഞ്ഞാലാണ് നമുക്ക് പറയാൻ പറ്റുക ഇത് തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനം ജീവിതശൈലി കറക്റ്റ് ചെയ്യും. മരുന്ന് വെച്ചിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ജീവിതശൈലി കറക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമ്മൾ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, ഇതിനകത്തെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇത് കഴിഞ്ഞിട്ട് കോംപ്ലിക്കേഷനിലേക്ക് വരുമല്ലോ. ഡയബറ്റീസ് പേഷ്യൻസിന്റെ കോംപ്ലിക്കേഷൻസ് എല്ലാ ഓർഗനും, ഡയബറ്റീസ് ഗ്ലൂക്കോസ് കൂടുകയാണല്ലോ. അപ്പൊ നമ്മൾ നേരെ രക്തക്കൊഴലുകളിലേക്കാണ് വരുന്നത്. ഇതിന്റെ ഡാമേജ് മുഴുവൻ വരുന്ന രക്തക്കൊഴലുകൾക്കാണ്. അപ്പൊ ഈ രക്തക്കൊഴലുകൾക്ക് വരുന്ന ഡാമേജ് എന്താ? ശരിക്കും ഇത് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന ഡാമേജും ഉണ്ട്, അതുകൂടാതെ ഈ ഇൻസുലിന്റെ ലെവൽ കൂടുതലാകുന്നതുകൊണ്ട്. അപ്പൊ നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ടൈപ്പ് 1 ഡയബറ്റിക് പേഷ്യൻസിന് പോലും ഇൻസുലിൻ ഹൈയാ. കാരണം അവർക്ക് ടൈപ്പ് 2 കൂടെ വരികയാണ്. കാരണം ഇൻസുലിൻ എടുത്തു കഴിഞ്ഞ് ഫുഡ് കൺട്രോൾ ഇല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഗെയിൻ വരും, അപ്പൊ ഓവർ ഫാറ്റ് വരും, അവർക്കും
ടൈപ്പ് 2 വരുന്നു. അപ്പൊ ബോഡിയിൽ മൊത്തത്തിൽ ഇൻസുലിൻ ലെവൽ കൂടുതലാകുക, അത് ടൈപ്പ് 1 പേഷ്യന്റിനാണെങ്കിലും ടൈപ്പ് 2 പേഷ്യന്റിനാണെങ്കിലും ആരെ സംബന്ധിച്ചും ബോഡിയിൽ ഇൻസുലിന്റെ അളവ് കൂടുന്നത് നല്ലതല്ല. ഇൻസുലിന്റെ അളവ് കൂടിയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് പലപ്പോഴും ഇൻസുലിൻ എടുക്കുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് പണ്ടൊന്നും ഇത്രയൊന്നും കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ സ്റ്റഡീസ് ഒക്കെ കൂടുതൽ വന്നപ്പോഴാണ് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്ത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നവർക്ക് പോലും ഈ കണ്ണിന് കാഴ്ചക്കുറവ്, അങ്ങനെ ഈ റെറ്റിനോപ്പതി, ന്യൂറോപ്പതി, നെഫ്രോപ്പതി ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം അതാ ഈ ഹൈ ഇൻസുലിൻ ലെവൽ. ഗ്ലൂക്കോസ് ലെവൽ മാത്രമല്ല, ഇൻസുലിൻ ലെവലും നമ്മളുടെ ബോഡിയിലെ ഓർഗൻസ് ഡാമേജ് ചെയ്യാനായിട്ട് കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഡയബറ്റീസിൽ കറക്റ്റ് ചെയ്യാൻ നോക്കേണ്ടത് ഗ്ലൂക്കോസ് ലെവൽ മാത്രമല്ല, ഗ്ലൂക്കോസ് കുറച്ചിട്ട് മാത്രം കാര്യമില്ല, ഇൻസുലിൻ ലെവലും കൂടെ കുറച്ചുകൊണ്ട് വരാൻ പറ്റണം. ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റണം, അതാണ് വരുന്നത്. അല്ലെങ്കിൽ എന്താ പറ്റുന്നത്? ഈ ഇൻസുലിൻ ലെവൽ കൂടുകയും ഇതൊക്കെ കൂടി ഗ്ലൂക്കോസും ഇൻസുലിൻ ലെവലും കൂടി കഴിയുമ്പോഴേക്കും കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടാൻ തുടങ്ങും. അതുപോലെ തന്നെ ലിവറി ഫാറ്റ് കിട്ടാൻ തുടങ്ങും. പിന്നെ അത്രോസ്ക്ലീറോസിസ് വരും, ഹാർട്ടിന്റെ പ്രശ്നം, ലിവറിന്റെ പ്രശ്നം, കിഡ്നിക്ക് പ്രശ്നം, അങ്ങനെ മൾട്ടിപ്പിൾ രോഗങ്ങളിലേക്ക് പോകുന്നത് അങ്ങനെയാണ്. നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഡയബറ്റീസ് ഉണ്ടോന്ന് അറിയുന്നതെന്ന് നോക്കുന്നത്, ബേസിക്കലി നമ്മൾ ബ്ലഡ് ഷുഗർ നോക്കുന്നത് ശരിക്കും ഒരു ഡയബറ്റിക് പേഷ്യന്റിന്റെ ഫുഡിന്റെ കൺട്രോളൊക്കെ കറക്റ്റ് ആകുന്നുണ്ടോന്ന് അറിയാൻ. അതിന് തന്നെ പണ്ട് നമ്മൾ എല്ലാത്തിനും ഡയഗ്നോസ്റ്റിക് ആയിട്ട് തന്നെ ബ്ലഡ് ഷുഗർ ആണ്, ഗ്ലൂക്കോസ് ആണ് നോക്കുന്നത്. അതിന് മോർ സെൻസിറ്റീവ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ HbA1c അതുപോലെ ഇൻസുലിൻ ലെവലുമാണ്. പിന്നെ ഓൾറെഡി ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ C-പെപ്റ്റൈഡ് ലെവൽ നോക്കണം. അപ്പൊ ഈ 3 ബ്ലഡ് ഷുഗർ ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആണ്. പക്ഷെ അതിനൊപ്പം തന്നെ HbA1c, ഇൻസുലിൻ, C-പെപ്റ്റൈഡും കൂടെ വന്നു കഴിയുമ്പോഴാണ് നമുക്കൊരു ഓവറോൾ എന്താണ് നമ്മുടെ കണ്ടീഷൻ എന്നുള്ളത് തിരിച്ചറിയാനാകുക. പിന്നെ ഓൾറെഡി ഡയബറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഹൈ ഷുഗറിലാണ് നമ്മൾ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഓർഗനുകളെ എന്തോരം ബാധിച്ചിട്ടുണ്ടെന്നാണ്. അതിന് നമ്മൾ ലൈപ്പിഡ് പ്രൊഫൈൽ നോക്കുക, മറ്റേ കൊളസ്ട്രോളും ഇതൊക്കെ. മിക്കവാറും ഡയബറ്റിക് പേഷ്യൻസ് ഒത്തിരി കൂടി നിൽക്കുമ്പോൾ അവർക്ക് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടുതലായിരിക്കും. പിന്നെ ലിവർ ഫങ്ഷൻ നോക്കണം, കാരണം പലർക്കും ഫാറ്റി ലിവർ ഉണ്ടാവും. അത് സിറോസിസിലേക്ക് പോയിട്ടുണ്ടോ, ഫൈബ്രോസിസിലേക്ക് പോയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നോക്കാനായിട്ട് സ്കാനിങ് നോക്കണം. ഒരു അബ്ഡോമിനൽ സ്കാൻ നോക്കിക്കഴിഞ്ഞാൽ പാൻക്രിയാസ്, അതുപോലെ കിഡ്നി, ലിവർ, ഇതിന്റെ എല്ലാം ന്യൂട്രസ്, ജെനിറ്റൽ ഓർഗൻസ് എല്ലാം കൂടെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ വേറെ ഇതും കൂടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ റീനൽ ഫങ്ഷൻ നോക്കണം. കിഡ്നിയെ സംബന്ധിച്ചുള്ള കണ്ടീഷൻ എന്താണ്, കിഡ്നിയുടെ പ്രോട്ടീൻ ലീക്ക് ഉണ്ടോ, റീനൽ ഫങ്ഷൻ നോക്കണം. അതുപോലെ ആൽബുമിനൂറി, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാം. അതുകൂടാതെ പാൻക്രിയാസിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാനായിട്ട് സ്കാൻ വഴി നമുക്ക് പാൻക്രിയാസിൽ കല്ലുണ്ടോ അല്ലെങ്കിൽ ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെയുള്ളത് അമൈലേസ് ലൈപ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എൻസൈംസ് ഉണ്ട്. പാൻക്രിയാസിന് നീർക്കെട്ടോ അല്ലെങ്കിൽ പാൻക്രിയാസിസ് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസോ അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് പോയിട്ടുണ്ടോ എന്നും കൂടെ നമുക്ക് പാൻക്രിയാസിന്റെ ഹെൽത്ത് അറിയാൻ പാൻക്രിയാസിന്റെ ഒരു ഫങ്ഷണൽ ടെസ്റ്റും കൂടെ നോക്കാം. പിന്നെ നമ്മൾ ജനറലി നോക്കേണ്ടത് ഈ ഡയബറ്റിക് പേഷ്യൻസിന് മറ്റു രോഗങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മളുടെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, ഇതൊരു ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ആണ്. അപ്പൊ CBC, ESR, CRP ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ നമ്മൾ അറിയണം. കാരണം ഇവർക്ക് എല്ലാ അസുഖങ്ങളും വരാൻ ചാൻസ് കൂടുതലാണ്, ഇൻഫെക്ഷൻ, അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ഡയബറ്റീസ് വന്ന് കുറെ വർഷം കഴിയുമ്പോഴേക്കും ഇവൻ തുടക്കത്തിൽ തന്നെ പലർക്കും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, പ്രത്യേകിച്ച് ഈ തൈറോയിഡൈറ്റിസ് ഇപ്പൊ വളരെ കോമൺ ആയിട്ട് കാണുന്ന. അപ്പൊ തൈറോയ്ഡ് ഫങ്ഷൻ നോക്കിയാലും തൈറോയിഡൈറ്റിസ് കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല. അത് ഏർലി കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് കുറച്ചൊരു പ്രോഗ്രസ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ തൈറോയ്ഡ് ഫങ്ഷൻ നോക്കി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതിന് മുമ്പേ നമ്മൾ അറിയണമെങ്കിൽ ഓട്ടോഇമ്യൂൺ ആന്റിബോഡീസ്, ATG, TPO, AMA എന്നൊക്കെ പറഞ്ഞ് ഓട്ടോഇമ്യൂൺ ആന്റിബോഡീസ് ഉണ്ട്. അത് നോക്കിയാൽ നമുക്ക് തൈറോയിഡിന്റെ പ്രശ്നം വരാൻ പോകുന്നുണ്ടോ എന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ ഡയബറ്റീസ് പേഷ്യൻസിന് വരാവുന്നത് പിന്നെ ക്യാൻസർ ആണ്. ക്യാൻസർ ആണെങ്കിലും പ്രത്യേകിച്ച് ഡയബറ്റീസ് വന്ന് കുറച്ച് വർഷങ്ങളായി, കുറച്ച് പ്രായമായിട്ടുള്ളവരാണെങ്കിൽ
എപ്പോഴും നമ്മളൊരു 10-40, ഒത്തിരി പ്രായമൊന്നും വേണ്ട. ഇപ്പൊ ക്യാൻസറൊക്കെ വരുന്നത് വളരെ പ്രായം കുറഞ്ഞവർക്കും വരുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒബീസും കൂടെ ആണെങ്കിൽ ഒരു 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ക്യാൻസർ മാർക്കേഴ്സ് നോക്കുന്നത് നല്ലതാണ്. കാരണം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് ജീവിതശൈലിയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തൊക്കെ ഒന്ന് ചിന്തിക്കാനുള്ള ഒരിതുണ്ട്. കാരണം ചെയ്യുമല്ലോ. കാരണം വളരെ ഏർലി തന്നെ നമുക്ക് ക്യാൻസർ മാർക്കേഴ്സ് കണ്ടുപിടിക്കാം. പക്ഷെ ക്യാൻസർ മാർക്കറിന്റെ ഫലത്തിൽ നമുക്ക് കീമോതെറാപ്പിയും റേഡിയേഷനും ഓർഗൻ എടുത്തു കളയാനും പാടില്ല, ചെയ്യാൻ പറ്റില്ല. ഓർഗൻ എടുത്തു കളയുക, അതിപ്പോ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തിന് പ്രശ്നമുണ്ട്, പാൻക്രിയാസിന് ക്യാൻസർ ഉണ്ട് എന്ന് ബോധ്യം വന്ന് നമ്മൾ അതിന്റെ ഒരു പെറ്റ് സ്കാനും അല്ലെങ്കിൽ MRIയും എല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പാൻക്രിയാസ് പോയി സർജറി ചെയ്ത് മാറ്റാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് പാൻക്രിയാസിന്റെ ട്യൂമർ മാർക്കർ നേരത്തെ പോസിറ്റീവ് ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും അത് ട്യൂമർ മാർക്കർ പോസിറ്റീവായി വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അതൊരു ക്യാൻസർ ഒരു MRIയിലും പെറ്റ് സ്കാനിലും ഒക്കെ തന്നെ കണ്ടുപിടിക്കാൻ സ്റ്റേജ് എത്തുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഏർലി ആയിട്ട് കണ്ടുപിടിച്ച് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഡയബറ്റിക് പേഷ്യൻസ്, പ്രത്യേകിച്ച് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് ഡയബറ്റീസ് ഉള്ളവരൊക്കെ, പ്രത്യേകിച്ച് ഓവർ വെയിറ്റും കൂടെ ഉള്ളവർ, പിന്നെ ഫെമിലിയലായിട്ട് ക്യാൻസർ പോസിറ്റീവ് ഹിസ്റ്ററി ഉള്ളവരൊക്കെ ക്യാൻസർ മാർക്കേഴ്സ് കൂടെ നോക്കാം. നെക്സ്റ്റ്, ഡയബറ്റീസ് വെച്ചിട്ട് ഷുഗർ കൂടിയതുകൊണ്ട് എന്താ കുഴപ്പം? എനിക്ക് ഒരു സിംറ്റവും ഇല്ല, എനിക്ക് ഒരു അസ്വസ്ഥതയില്ല, പല പേഷ്യൻസും പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരത് കെയർ ചെയ്യുകയില്ല, മരുന്ന് കഴിക്കാനും ഇൻട്രസ്റ്റ് കാണിക്കുകയല്ല ചിലര്. പിന്നെ ഒരു പേരിന് മാത്രം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. ജസ്റ്റ് മരുന്ന് കഴിച്ച പിന്നെ ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാമല്ലോ എന്നുള്ളൊരു തൃപ്തിക്ക് വേണ്ടിയിട്ട് മാത്രം മരുന്ന് കഴിക്കുന്നവരാണ് ഒരു നല്ല ശതമാനം ആൾക്കാരും. അതുകൊണ്ടാണ് അവർ മരുന്ന് കഴിക്കും, പക്ഷെ അവർക്കൊരു കൺട്രോളും ഇല്ല. അതിന്റെ അർത്ഥം അവർ ഡയറ്റും ഇതും നോക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ മരുന്ന് കഴിക്കും പലപ്പോഴും ഈ അതിന്റെ ഹൈപ്പോയും ഹൈപ്പറും ഒക്കെ കൂടെ വന്ന് പലപ്പോഴും ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് അവരെത്തുന്നു എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി ഇതിനൊപ്പം ബാക്കിയുള്ള രോഗങ്ങളും കൂടെ വരാൻ തുടങ്ങും. അപ്പൊ ഡയബറ്റീസ് തന്നെ ഒരു മെറ്റബോളിക് സിൻഡ്രോം അതെന്ന് പറയുന്നതിന്റെ ഒരു പാർട്ടാണ്. അതായത് നമുക്ക് സാധാരണ എല്ലാവരിലും കാണുന്നത് പ്രഷർ ഉണ്ടാവും. എല്ലാവരും ഒരു ഭംഗി വാക്കായിട്ട് പറയുമല്ലോ, കുറച്ച് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്. ഓക്കെ, അതാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കുടവയറും ഉണ്ടാവും, കുറച്ച് പ്രൊട്രൂഡിങ് അബ്ഡോമിൻ ഉണ്ടാവും. അതിൻ്റെ ഉള്ളത് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടാകും. അതൊരു ഒരു കാലത്തൊക്കെ അത് പറയുന്നത് തന്നെ എന്തോ ഒരു ആഢ്യതയുടെ ലക്ഷണമൊക്കെ ആയിട്ടാണ് പറഞ്ഞിരുന്നത്. പലപ്പോഴും ഇപ്പോഴും അങ്ങനെ തന്നെ ആൾക്കാർ കാണുന്നവരിപ്പോഴും ഉണ്ട്. ഇത് 3-4 കൂടെ കൂടുന്നതാണ് നാലോ, അതിൽ ഏതെങ്കിലും 2 ഐറ്റം വന്നു കഴിഞ്ഞാൽ തന്നെ മെറ്റബോളിക് സിൻഡ്രോമായി. അതായത് ഹൈപ്പർ ടെൻഷൻ, ഒബേസിറ്റി, ഡിസ്ലൈപ്പിഡീമിയ അല്ലെങ്കിൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടുക, പിന്നെ ഡയബറ്റീസ്. ഇതിലേതെങ്കിലും 2-3 ഐറ്റം ഉണ്ടായാൽ മതിയാണ്. പിന്നെ ഇതെല്ലാം നമ്മളുടെ രക്തക്കൊഴലുകളെയാണ് ഡാമേജ് ചെയ്യുന്നത്. ഇൻസുലിൻ കൂടുന്നു, ഷുഗർ കൂടുന്നുണ്ടാവും, ഗ്ലൂക്കോസ് കൂടുന്നുണ്ടാവും, അതിനൊപ്പം കൊളസ്ട്രോൾ കൂടുന്നുണ്ടാവും, പിന്നെ ട്രൈഗ്ലിസറൈഡ് കൂടുന്നുണ്ടാവും, ഇതുപോലെ ഇൻസുലിൻ കൂടുന്നുണ്ട്. ഇതെല്ലാം രക്തക്കൊഴലുകളെ ഡാമേജ് ചെയ്ത് കൊറോണറി വാസ്കുലർ ഡിസീസ്, അതാണല്ലോ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് എന്തെങ്കിലും പറ്റുമോ, അതിനാണല്ലോ നമ്മൾ പോയി സ്റ്റെന്റ് ഇടുകയും ബൈപ്പാസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ കാരണം ഡയബറ്റീസാണ്. അപ്പൊ നമ്മൾ ഡയബറ്റീസ് കറക്റ്റ് ചെയ്യാതെ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് ഇനിയും വരാനുള്ളതൊക്കെ വരും. അതുകൊണ്ടാണ് ഒരു സ്റ്റെന്റ് ഇടും, പിന്നെ ഒരു സ്റ്റെന്റും കൂടെ ഇടും, പിന്നെ വേണമെങ്കിൽ 2 കൂടി ഇടും, അത് കഴിഞ്ഞ് പിന്നെ ബൈപ്പാസ്. പിന്നെ ചിലപ്പം ചിലരിലെ ഈ കാൽസിഫിക്കേഷൻ ഒക്കെ വന്ന് ചിലർക്ക് സ്റ്റെന്റ് ഇടാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കും, അപ്പം ബൈപ്പാസ് പറയും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്നും ആയില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ആകെ ഉള്ളത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളത്. ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ലല്ലോ, കാരണം കിട്ടണ്ടേ. അപ്പം ഇത്രയും ഡയബറ്റീസ് പേഷ്യൻ്റ്, ദൂരം ഡയബറ്റിക് പേഷ്യൻസ്, അവരുടെ എല്ലാം ഹാർട്ട് നമുക്ക് അവരുടെ എല്ലാം ഡയബറ്റീസ് കാരണം ഡാമേജ് ചെയ്യുന്ന ഹാർട്ടെല്ലാം ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഹാർട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. പിന്നെ അതുപോലെ തന്നെ CKD, ക്രോണിക് കിഡ്നി ഡിസീസ്. ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു 90% കിഡ്നി ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരുന്നത് ഡയബറ്റിക് പേഷ്യൻസിനാണ്. അപ്പം കിഡ്നിക്ക് പിന്നെ ഒരു ഗുണമുണ്ട്, ഒരു 2 കിഡ്നി ഉള്ളതുകൊണ്ട് ഒരെണ്ണം ഡൊണേറ്റ് ചെയ്തൊക്കെ, അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടക്കുന്നത്. പിന്നെ CLD, ക്രോണിക് ലിവർ ഡിസീസ്, അതും
അതും പിന്നെ എല്ലാ ഡയബറ്റിക് പേഷ്യന്റിനും ഫാറ്റി ലിവറും കുറച്ചൊരു ഫൈബ്രോസോ അല്ലെങ്കിൽ ആഷോ ഒക്കെ ആയിട്ട്, അതായത് നോൺ ആൽക്കഹോളിക്കോ ആൽക്കഹോളിക്കോ ഹെപ്പറ്റൈറ്റിസും കൂടെ ഉണ്ടാകും. അപ്പൊ ഡയബറ്റീസിന്റെ ഒപ്പം തന്നെ മിക്കവാറും ഒരു നല്ല ശതമാനം ആൽക്കഹോളിക്സിനും ഡയബറ്റിക് ഉണ്ടാവും, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്ക് ആൽക്കഹോളും കൂടെ കഴിക്കുന്നവരായിരിക്കും. കാരണം അവരുടെ ഫുഡ് കൺട്രോളൊക്കെ ഈ ആൽക്കഹോളും എല്ലാം കൂടെ വരുമ്പോഴാണല്ലോ അവരുടെ ഡയറ്റൊക്കെ തെറ്റി അവർ ഈ ഡയബറ്റീസിലേക്കൊക്കെ പോകുന്നത്. നെക്സ്റ്റ് പിന്നെ ഉള്ളത് റെറ്റിനോപ്പതി, കണ്ണിനെ ബാധിക്കുന്നത്. പിന്നെ പെരിഫറൽ വാസ്കുലാർ ഡിസീസ്, അതായത് കാലിലേക്കുള്ള ഒക്കെ പുറമെ കാലിലേക്കും കൈയിലേക്കും ഒക്കെ ഉള്ള രക്തക്കൊള്ളുകൾക്ക് ബ്ലോക്ക് വരുന്നത്. അതുപോലെ രക്തക്കൊള്ളുകൾക്ക് ബ്ലോക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാലിനാണെങ്കിൽ കാലിന് വരും, അൾസർ വരാം. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ നെർവ്സ് ഉണ്ടല്ലോ, കാലിലേക്കും കൈയിലേക്കും ഒക്കെ കൊടുക്കുന്ന നെർവ്സ് ഉണ്ടല്ലോ, ഈ നെർവ്സിന് രക്തം ആവശ്യമാണ്. ഈ നെർവ്സിന്റെ രക്തക്കൊള്ളുകൾ നമ്മുടെ കണ്ണിലെ രക്തക്കൊള്ളുകൾ അല്ലെ കിഡ്നിയിലെ രക്തക്കൊള്ളുകൾ പോലും വളരെ നേരിയതായിട്ടുള്ള രക്തക്കൊള്ളുകളാണ്. ഈ രക്തക്കൊള്ളുകൾക്ക് രക്തം കിട്ടാതെ അങ്ങനെ വന്നിട്ട് നമ്മുടെ നെർവ്സ് ഡാമേജ് ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഈ സെൻസറി ന്യൂറോപ്പതി എന്ന് പറയുന്നത്, നമ്മുടെ ടച്ച് ഒക്കെ അറിയാനുള്ള, സെൻസേഷൻ അറിയാനുള്ളതും ഒക്കെ കുറഞ്ഞു പോകുന്നത്. അതുപോലെ ഹിയറിങ്, ഇപ്പൊ ഈ എല്ലാം ഈ നെർവ്സിനെ ബാധിക്കുന്നതുകൊണ്ടാണ് ഡയബറ്റിക് പേഷ്യൻസിന് എല്ലാവർക്കും ടേസ്റ്റ്, നമ്മൾ അത് പിന്നെ ആരും അത്ര ചിന്തിക്കുകയല്ല, അവർ ഫുഡിനെ കുറിച്ച് കംപ്ലൈന്റ് പറയുകയുള്ളൂ. ടേസ്റ്റ് കുറഞ്ഞു പോകും, കേൾവിക്ക് കുറവ് വരും. ഇപ്പം ഹിയറിംഗ് എയ്ഡ് വെച്ചിരിക്കുന്ന പേഷ്യൻസ് നോക്കിയാൽ മതി, ഒരു 90% ഡയബറ്റിക് പേഷ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻസീവ് ആയിരിക്കും. വളരെ റെയറേ ഉണ്ടാവുള്ളൂ അല്ലാതെ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷനും ഇല്ലാത്തവർക്ക് ഹിയറിംഗ് ലോസ് വരുന്നത്. അതുപോലെ ഈ കാലിന്റെ സെൻസേഷനൊക്കെ കുറഞ്ഞ് ഫുഡ് അൾസറിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് ഡയബറ്റിക് പേഷ്യൻസിന് പ്രോബ്ലം വരാവുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് അഡീഷണൽ ആയിട്ട് കയറി വരാവുന്നത്. അതും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനാണല്ലോ ഇതിന്റെ എല്ലാം സ്ട്രെയിൻ വരുന്നത്. എപ്പോഴും നമ്മുടെ ഈ രക്തക്കൊള്ളുകളിൽ കൂടി ഇങ്ങനെ ഈ എല്ലാ സെല്ലിലേക്കും ഓവറായിട്ട് ഗ്ലൂക്കോസ് ചെല്ലുന്ന കാരണം സെൽസ് എല്ലാം പെട്ടെന്ന് നശിച്ചു പോകും. അപ്പൊ അതിനെല്ലാം മാറ്റി പുതിയത് ഉണ്ടാക്കുന്നതെല്ലാം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വർക്ക്ലോഡ് കൂട്ടുവാണ്. അതുകൊണ്ടാണ് ഇതിനെയൊക്കെ ഇൻഫ്ലമേറ്ററി ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മളുടെ മറ്റുള്ള ഓർഗൻസിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. അതാണ് നമ്മളതിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ആർത്രൈറ്റിസ്. അപ്പൊ നമ്മുടെ ജോയിന്റിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആർത്രൈറ്റിസ് ആവും, തൈറോയിഡിനെ അറ്റാക്ക് ചെയ്ത് തൈറോയിഡൈറ്റിസ് ആവും, കണ്ണിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന യൂവിയൈറ്റിസ്, ഇങ്ങനത്തെ ഒക്കെ ഡയബറ്റിക് പേഷ്യൻസിന് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ വരാനുള്ള സാധ്യതയും, ഈ ഷുഗർ കൂടുതൽ എപ്പോഴും ക്യാൻസർ സെല്ലിന് വളരാനും അണുക്കൾക്ക് മാത്രമല്ല, ബാക്ടീരിയക്കും വൈറസിനും മാത്രമല്ല, ക്യാൻസർ സെല്ലിനും വേണ്ടത് ഗ്ലൂക്കോസ് ആണ് വളർച്ചയ്ക്ക് വേണ്ടത്. അപ്പൊ അത് പ്ലെന്റി ആയിട്ടുണ്ട്. അപ്പൊ ക്യാൻസർ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ ഇൻസുലിൻ കൂടുന്നതും ക്യാൻസറിന് പോസിബിലിറ്റി കൂട്ടും. ഇൻസുലിൻ കൂടുമ്പോൾ എങ്ങനെയാണ് ക്യാൻസറിന് പോസിബിലിറ്റി കൂട്ടുകയെന്ന് വെച്ചാൽ, ഇൻസുലിൻ കൂടുമ്പോൾ നമ്മളുടെ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഫാഗോസൈറ്റോസിസ് എന്നുള്ള ഒരു പ്രോസസ് ഉണ്ട്. അതായത് നമ്മുടെ കേടായ സെല്ലുകളെയൊക്കെ നശിപ്പിക്കുന്ന ഒരു പ്രോസസ്സ്. അതായത് ക്യാൻസർ സെല്ലിനെ അവരാണ് നശിപ്പിക്കേണ്ടത്. അതൊന്ന് ബ്ലോക്കായി പോകും ഇൻസുലിൻ കൂടുതലുള്ളവർക്ക്. അതുകൊണ്ടാണ് ക്യാൻസർ പേഷ്യൻസിന്, ഡയബറ്റിക് പേഷ്യൻസിന് ക്യാൻസർ വരാനും സാധ്യത കൂടുതലില്ല. അപ്പൊ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് കഴിഞ്ഞാൽ, ക്യാൻസർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ ക്യാൻസറിലേക്ക് പോകുന്നതിനും അതിനു മുമ്പ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഡയബറ്റിസ് കറക്റ്റ് ചെയ്യാനാണ്. ഡയബറ്റിസ് കറക്റ്റ് ചെയ്യാതെ നമ്മൾ എന്തൊക്കെ ക്യാൻസർ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും വീണ്ടും നമ്മൾ ഈ ഇൻസുലിനും ഇഞ്ചക്ഷനും എടുത്ത് ഡയബറ്റിക്കും ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ക്യാൻസർ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഓർഗനെയും എടുത്തു കളഞ്ഞു, കീമോതെറാപ്പി എടുത്തു, റേഡിയേഷനും എടുത്തു, എന്നിട്ടും തിരിച്ചു വരും. 1-2 വർഷമൊക്കെ കിട്ടിയെന്നിരിക്കും ചിലപ്പോൾ അതുപോലും കിട്ടാത്തവരും ഉണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ 10-20 വർഷം. പക്ഷെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതൊക്കെ തിരിച്ചു വരുന്നതിന്റെ കാരണം ഇതാണ്. ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസിലാണ് വരുന്നത്. അപ്പൊ അത് കറക്റ്റ് ചെയ്യാതെ നമ്മൾ മരുന്നെടുത്തത് കൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. നെക്സ്റ്റ് നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഡയബറ്റിസിന്റെ ടൈപ്പ് 1 ഡയബറ്റിസിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ വേണ്ടത്. അത് ഏറ്റവും നമ്മളുടെ ബോഡിയിലെ ഇൻസുലിനുമായിട്ട് ചേരുന്ന ഇൻസുലിനാണ് അവർക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത്. പണ്ട് നമ്മൾ പോർക്ക് ഇൻസുലിനും ഒക്കെയാണ് യൂസ് ചെയ്തത്. ഇപ്പൊ പക്ഷേ ഹ്യൂമൻ ഇൻസുലിൻ തന്നെ നമ്മൾ ബയോടെക്നോളജി ഇതുമൊക്കെ വന്നു
നമുക്കിപ്പോൾ അതൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഹ്യൂമൻ ഇൻസുലിൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ലോങ് ആക്ടിങ് ഉണ്ട്, ഷോർട്ട് ആക്ടിങ് ഉണ്ട്. അതാണ് നമുക്ക് ഏറ്റവും നല്ല ഇൻസുലിൻ. പക്ഷെ ഇത് കൂടാതെ ഒത്തിരി അധികം ഇൻസുലിനുകൾ നമ്മളുടെ മാർക്കറ്റിലുണ്ട്. അതൊക്കെ ഇൻസുലിൻ അനലോഗ്സ് ആണ്. അതിന് വില കൂടുതലായിരിക്കും, പക്ഷെ അത് നമ്മളുടെ നാച്ചുറൽ ഇൻസുലിനോടുള്ള സാമ്യത കുറയുമായിരിക്കും ചെയ്യുന്നത്. അത് ബേസിക്കലി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പേറ്റന്റിന്റെ കുറെ ഇതുണ്ടല്ലോ, ഓരോ കമ്പനീസും ഒരു ഇത് വന്നു കഴിയുമ്പോൾ പേറ്റന്റിന്റെ ഓറിയന്റഡ് ആയിട്ട്, അതായത് ചാർജ് നമുക്ക് പേറ്റന്റ് തീർന്നു കഴിഞ്ഞാൽ വില കുറയുമല്ലോ. അപ്പൊ അതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് ചെറിയ വേരിയേഷൻസ് വരുത്തി ചെയ്യുന്നതാണ്. അത് പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഡയബറ്റിക് പേഷ്യൻസ്, പ്രത്യേകിച്ച് ടൈപ്പ് 1 ഡയബറ്റിക് പേഷ്യൻസ് ആണ് ഇൻസുലിൻ റിയലി വേണ്ടവര്. അവർക്ക് ലോങ് ടൈം വേണ്ടതാണ്. അപ്പൊ അവർക്ക് ആ ഇൻസുലിനോടൊരു ഒരു ഓട്ടോ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാതെ, ആന്റിബോഡീസ് ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ, അതായത് നമ്മൾ കുറെ നാള് നമ്മുടേതല്ലാത്ത ഒരു സാധനം എടുക്കുമ്പോൾ അതിനോട് ആന്റിബോഡീസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പിന്നെ അത് ഏക്കാതെ വരും. അപ്പൊ അങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. നമ്മൾ ഓൾറെഡി പാൻക്രിയാസ് എല്ലാം പോയവരാണ് ഇൻസുലിൻ എടുത്തേ പറ്റുള്ളൂ. അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഹ്യൂമൻ ഇൻസുലിൻ തന്നെ എടുക്കുക, ഇൻസുലിൻ അനലോഗ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് അവർ സേഫ് ഗാർഡ് ചെയ്യാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാതിരിക്കാനും അവർ ചെയ്യേണ്ടത്. ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യന്റിന് ശരിക്കും ഇൻസുലിന്റെ ആവശ്യമില്ല. അതാണ് ബേസിക്കലി ജീവിതശൈലി കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ളവർക്ക് അതിന്റെ ആവശ്യമില്ല. അല്ലാത്തവർക്ക് പിന്നെ ഏത് ഓപ്ഷനും അവരവരോട് ഇതിന്റെ റിസ്ക് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരു ഇഞ്ചെക്റ്റബിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു മരുന്നുകളുണ്ട്, ഗ്ലൂക്കോൺ ലൈക്ക് പെപ്റ്റൈഡ് 1 റിസപ്റ്റർ ആന്റഗണിസ്റ്റ് എന്ന് പറയുന്നത് GLP-1 RAS എന്നാണ് അതിന്റെ ഒരു പേര് വരുന്നത്. അത് നമുക്ക് പല പേരുകളിൽ നമുക്ക് കിട്ടും. എക്സനാറ്റൈഡ്, ഡുലാഗ്ലൂട്ടൈഡ്, സെമാഗ്ലൂട്ടൈഡ്, അങ്ങനെ പല പേരിലുണ്ട്. ഈവൻ സെമാഗ്ലൂട്ടൈഡ് എന്നുള്ളത് നേരത്തെ ഇഞ്ചെക്റ്റബിൾ ഫോം, അതായത് ഈ GLP-1 അഗണിസ്റ്റ് എല്ലാം തന്നെ ഇഞ്ചക്ഷൻ ഫോമിലായിരുന്നു. ഇപ്പൊ ഈ സെമാഗ്ലൂട്ടൈഡ് എന്ന് പറഞ്ഞതിന്റെ ഒരു ഓറൽ ഫോമും കൂടെ റൈബൽസിസ്മോ ഇത് പറഞ്ഞ് വേറൊരു പുതിയ പേരിൽ ഒരു ടാബ്ലറ്റ് ആയിട്ടും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ലിറാഗ്ലൂട്ടൈഡ്, ഡയബറ്റീസിന് വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നവരൊക്കെ അറിയായിരിക്കും ഈ പേരുകളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു മരുന്നുണ്ട്. അത് ഇൻസുലിൻ അല്ല, വേറെ രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ ഗ്ലൂക്കോൺ ഓറിയന്റഡ് ആയിട്ട് വേറൊരു ഹോർമോൺ, അതിന്റെ ഒരു അഗനിസ്റ്റ്, അങ്ങനത്തെ ഒക്കെ ഒരു രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. വട്ടെവർ ഈസ് അതെങ്ങനെയാ വർക്ക് ചെയ്യിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി അത് വിശപ്പ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ സൈഡ് ഇഫക്റ്റ് ശരിക്കും വിശപ്പ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനിലായിരിക്കും. നോസിയ, വൊമിറ്റിങ്, ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നുക, ഇങ്ങനത്തെയൊക്കെ ഡിസ്കംഫർട്ടുകളായിരിക്കും ഇതിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇപ്പം അതിനൊരു ഭയങ്കര പോപ്പുലാരിറ്റി വന്നുകൊണ്ടിരിക്കുക. ഓവർ വെയിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ മരുന്ന് യൂസ് ചെയ്യുന്നത്. അതിപ്പം ഈ പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ, സ്വിറ്റ്സർലൻഡിൽ നിന്നും ഒക്കെ വരുന്ന പേഷ്യൻസ് പറയുന്നുണ്ട്, എൻ്റെ മോള് അല്ലെ മോന് ആ ഇഞ്ചക്ഷൻ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുക, ഭയങ്കര ഓവർ വെയിറ്റാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒപ്പീനിയൻ ചോദിക്കാറുണ്ട്. ഇവിടെ എനിക്കറിയില്ല, ഇത് നമുക്കിവിടെ ഫ്രീലി അവൈലബിൾ ആണ്, ആൾക്കാർ എടുക്കുന്നുണ്ടാണ്. പക്ഷെ ഒരു കാര്യം, നമ്മളിപ്പോ ഇതൊക്കെ എടുക്കുമ്പോൾ നല്ല കാര്യം, വെയിറ്റ് കുറയുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പൊ നമുക്ക് വിശപ്പ് കുറയുന്നതുകൊണ്ട് ഭക്ഷണത്തിനോടുള്ള ഇൻട്രസ്റ്റും കുറയും. അപ്പൊ അതൊരു പോസിറ്റീവാണ് ഡെഫിനറ്റ്ലി. പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ്സും കൂടെ എന്ത് മരുന്നാണെങ്കിലും എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അതില് വരാവുന്ന സൈഡ് ഇഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഈ വയറിന്റെ അസ്വസ്ഥതകൾ വരും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഫുഡൊക്കെ കഴിക്കാതെ നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. പിന്നെ ഇതില് ഒരു ലോങ് ടൈം ആയിട്ട് ഇത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇതിന്റെ പാൻക്രിയാറ്റൈറ്റിസ് വരുത്താം, അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് വരുത്തുന്നു. അപ്പൊ നമ്മൾ ഇൻസുലിൻ ഓൾറെഡി നമ്മൾ അതുകൊണ്ട് ലൈപ്പേസ്, അമൈലേസ് ഇതൊക്കെ നോക്കും. ലൈപ്പേസും അമൈലേസും ഒക്കെ ഹൈ ആയിട്ട് നിൽക്കുന്നവര് ഇത്തരം സാധനങ്ങൾ എടുക്കാതിരിക്കുക. പിന്നെ വേറൊരു ലോങ് ടൈം മോർ കോംപ്ലിക്കേഷൻസ് ആയിട്ട് പറയുന്നത്, തൈറോയിഡിൽ ഒരു സീസൽ ക്യാൻസർ, ഹൈപ്പോപ്ലേസിയ വന്നിട്ട്, അതായത് ഈ കാൽസിറ്റോണിൻ ഉണ്ടാക്കുന്ന
എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട് കാൽസ്യം കൺട്രോളിന് വേണ്ടിയിട്ടുള്ള. അതുണ്ടാക്കുന്ന സെല്ലുകൾ ഹൈപ്പർട്രോഫി ചെയ്തിട്ട് അതിൻ്റെ ഒരു മെഡിലറി തൈറോയ്ഡ് കാർസിനോമ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരാം. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ചിലർക്ക് ഫാമിലിയിലായിട്ട് അങ്ങനെ തൈറോയ്ഡ് ക്യാൻസറോ അല്ലെങ്കിൽ ഓൾറെഡി തൈറോയ്ഡിന് അസുഖങ്ങളുള്ളവരാണെങ്കിലും ഈ മരുന്നെടുക്കാതെ ഇരിക്കുമ്പോൾ സൂക്ഷിക്കുക. അപ്പം അതിന്റെ ഇങ്ങനെയുള്ള തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള ഒരു പ്രോബ്ലം കൂടെ വരാന്നുള്ളതാണ്. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഒത്തിരി പേര് ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. മുമ്പിപ്പം നമ്മളിപ്പം വെസ്റ്റേൺ ലിറ്ററേച്ചറൊക്കെ കണ്ടു കഴിയുമ്പം ഗ്യാസ്ട്രോപെറസിസ്, ഇലിയസ് അങ്ങനെയൊക്കെ വന്ന് ഇൻഡസ്റ്റൈനൽ ബ്ലോക്ക് പോലെ വന്നിട്ടൊക്കെ ഇപ്പം ഒത്തിരി കേസുകളും സൂയിങ്ങും ഒക്കെ നടക്കുന്നുള്ളതായിട്ടും കൂടെ പറയുന്നുണ്ട്. കാരണം ഇപ്പോഴാണ് ഇത്ര ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് ഈ GLP-1 അഗനിസ്റ്റ് എന്നുള്ള ഗ്രൂപ്പിൽപ്പെട്ട മരുന്ന്. അത് ഡയബറ്റീസിന് വേണ്ടി മാത്രമല്ല, ഒബേസിറ്റിക്ക് മൾട്ടിപ്പിൾ പർപ്പസിന് വേണ്ടിയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒബേസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പല ഇതിലും വളരെ ലിബറലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ സൂക്ഷിക്കുക. ഇത് ചെയ്യുമ്പം നമ്മളെപ്പോഴും ഒരു ക്ലിനിക്കൽ സപ്പോർട്ടോട് കൂടി അതിൻ്റെ കൂടെ ജീവിതശൈലിയും കൂടെ കറക്റ്റ് ചെയ്തുകൊണ്ടാണെങ്കിൽ ഒരു 2-3 മാസം കൊണ്ട്, അതായത് ഇങ്ങനെ ഒരു മരുന്നെടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ഡയറ്ററി കൺട്രോളും കൂടെ നോക്കിക്കൊണ്ട് വിത്ത് സ്പെസിഫിക് മോണിറ്ററിങ്ങും കൂടെ വെച്ചുകൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ എടുത്തു കഴിഞ്ഞ് നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് 4-5 വർഷമായിട്ട് GLP-1 അഗനിസ്റ്റ് മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്നവർ. അങ്ങനെ എടുക്കാവുന്ന മരുന്നിനേക്കാളും നല്ലത് ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇപ്പം എത്ര ഒബേസിറ്റി ഉണ്ടെങ്കിലും ഒരു വർഷം 1 ഇയർ വേണ്ട, ഒരു 6 months to 1 year കൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത്ര എബോ 100-ലുള്ളവരല്ലെങ്കിൽ മിക്കവാറും ബിലോ 100-ലുള്ളവർക്ക് ഒരു 3 to 6 months കൊണ്ട് കറക്റ്റ് ചെയ്യാവുന്ന ഒബേസിറ്റി ഉള്ളൂ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് അതിന് ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രം ആ ഫുഡിനോടുള്ള ഒരു ക്രേവിങ് കൂടുതലുള്ള സമയത്ത് മാത്രമേ ഈ GLP-1 പോലെയുള്ളത് വേണ്ടി വരുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തൊന്ന് മാറുക, നമുക്ക് അല്ലാത്ത രീതിയിൽ കൺട്രോൾ ചെയ്യണം. അതൊരു ആദ്യത്തെ ഇനീഷ്യൽ ആ ക്രേവിങ് കാര്യങ്ങൾക്കൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമേ വേണ്ടി വരുള്ളൂ. അങ്ങനെ നമ്മൾ വളരെ കൺട്രോൾഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതൊരു വളരെ ബെനിഫിഷ്യൽ മെഡിസിനാണ്. പക്ഷെ അത് വെറുതെ ജസ്റ്റ് ഒരു എന്തൊരു ഫാഷൻ പോലെ എടുക്കാവുന്ന കാര്യങ്ങളല്ല ഇത്. പക്ഷെ ഇപ്പൊ ആ ഒരു ലെവലിലേക്ക് പോകുന്നുണ്ട്. ഞാൻ അതെടുക്കുന്നു, ആ ഒരു കൂടെ വരുന്നുള്ള ഒരു കാരണം ഇവിടുത്തെ നമ്മൾ അറിയില്ല. ഞാൻ ഈ പറഞ്ഞ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇത് വളരെ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. നാച്ചുറലി അവിടുത്തെ ട്രെൻഡ് ആണല്ലോ നമുക്ക് നെക്സ്റ്റ് ഡേ ഇങ്ങോട്ടും കൂടെ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്താണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഡയബറ്റിസ് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുക. ആ കൊച്ചു പിള്ളേരിലൊക്കെയാണെങ്കിൽ ഒബേസിറ്റി വരുമ്പോൾ തന്നെ അല്ലെ ഈ കഴുത്തിന് ചുറ്റുമൊക്കെ ഡാർക്ക്നെസ്, കൊച്ചു പിള്ളേരെന്നല്ല ആരിലാണേലും കഴുത്തിന് ചുറ്റും മുഖത്ത് അവിടെ ഇവിടെയൊക്കെ കക്ഷത്തിലൊക്കെ ഡാർക്ക്നെസ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി ഇൻസുലിന്റെ അളവ് കൂടുന്നു, പ്രീ ഡയബറ്റിക് ആയി. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അവിടെ വെച്ച് തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ പോയാൽ നമുക്ക് സെൽഫായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ചിലർക്ക് നമുക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലാണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ഓർ സപ്പോർട്ടും കൂടി എടുത്തുകൊണ്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുക എന്നുള്ളത്. പിന്നെ നമ്മൾ മൾട്ടിപ്പിൾ രോഗങ്ങളുണ്ട്, ഓൾറെഡി കുറെ മരുന്നും കഴിക്കുകയാണ്, ഹാർട്ടിനെ ബാധിച്ചു, ലിവറിനെ ബാധിച്ചു, കിഡ്നിയെ ബാധിച്ചു. ഇത്രയുള്ളവർക്ക് നമ്മൾ ഒരു സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം അല്ലാതെ നമ്മൾ വേറെ ഒരു പ്രീ ഡയബറ്റിക് ആയിട്ട് മറ്റു രോഗങ്ങളൊന്നുമില്ല, കുറച്ചൊരു ഒബേസിറ്റിയും പ്രീ ഡയബറ്റീസോ അല്ലെ ഡയബറ്റീസിന്റെ ഏർലി സ്റ്റേജ് അല്ലെങ്കിൽ ഒരു മരുന്നൊക്കെ മെറ്റ്ഫോർമിനൊക്കെ പോലുള്ള ഒരെണ്ണം മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്വയം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, ഫാറ്റും കുറയ്ക്കുക. കാരണം ഡയബറ്റിക് പേഷ്യൻസ് എല്ലാവർക്കും ഒത്തിരി ഒബേസിറ്റി ഇല്ലെങ്കിൽ പോലും, അതായത് ചിലപ്പോൾ ഫാമിലിയിലായിട്ട് ഡയബറ്റിക് ഉള്ളവർക്ക് ഒത്തിരി ഒബേസിറ്റി ഒന്നും ഉണ്ടാവണമെന്നില്ല, അതിന് മുമ്പ് തന്നെ ഡയബറ്റീസ് വരും. അപ്പൊ അങ്ങനെയുള്ളവരിലും കുടവയറുണ്ടോ എന്ന് നോക്കുക. കുറച്ചെങ്കിലും വയറുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ബോഡിയിൽ എക്സസ് ഫാറ്റ് ഉണ്ടെന്നാണ്. ഫാറ്റാണ് നമ്മൾ ഇൻസുലിൻ വർക്ക് ചെയ്യാതാക്കുന്നത്. അത് കളയാനായിട്ട് നോക്കുക. അതിന് കളയാൻ വളരെ സിമ്പിൾ മാർഗമാണ് കാർബോഹൈഡ്രേറ്റും ഫാറ്റും കുറയ്ക്കുക ഡയറ്റിൽ. അതേ സമയത്ത് ബാക്കി ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ലീഫി വെജിറ്റബിൾസ്, പയറുവർഗ്ഗങ്ങൾ, ഫിഷ്, നോൺ വെജ് കഴിക്കുന്നവരാണ് ഫിഷോ മീറ്റോ കഴിക്കുക, എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് ഫാറ്റ് കുറയ്ക്കുക, കുടവയറ് കുറയ്ക്കുക. ഈ കാര്യം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഷുഗർ കുറഞ്ഞു വരും.
അരി, ഗോതമ്പ്, മധുരം, ബേക്കറി ഐറ്റംസ് ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തേ പറ്റുള്ളൂ. അത് ജസ്റ്റ് 1 വീക്ക് കൊണ്ട് ഷുഗർ മാത്രമല്ല, നമ്മൾ HbA1c കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്യാനാണെങ്കിൽ HbA1c കൂടെ യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഇത് കുറഞ്ഞു വരുന്നത് നമ്മൾ അറിയാൻ. 3 മാസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട HbA1c കുറഞ്ഞെന്ന് അറിയാനായിട്ട്. കറക്റ്റായിട്ട് ഡയറ്റ് ചെയ്യുന്ന ഒരാൾക്ക് HbA1c ഒരാഴ്ച കൊണ്ട് തന്നെ കുറഞ്ഞിട്ടുണ്ടാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആ രീതിയിൽ നമ്മളുടെ ഡയറ്റിനെ മോഡുലേറ്റ് ചെയ്ത് ഫാസ്റ്റായിട്ട് തന്നെ കുറച്ച് കൊണ്ടുവരാൻ നോക്കുക. പക്ഷെ ഇതിനകത്തൊക്കെ എപ്പോഴും പറ്റുന്ന എന്തായിരിക്കും എന്ന് വെച്ചാൽ, നമ്മൾ ഫാസ്റ്റായിട്ട് വെയിറ്റ് റിഡക്ഷൻ ഒക്കെ വരുമ്പം ഇങ്ങനെ നമ്മൾ ഫുഡ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ആവശ്യത്തിലുള്ള ന്യൂട്രിയൻ കിട്ടാതെ വരും. അപ്പൊ അവിടെ ആയിരിക്കണം നമ്മൾ കെയർഫുൾ ആയിട്ട് കാണേണ്ടത്. അപ്പം ഇപ്പൊ നമ്മൾ സെൽഫ് വിത്ത് സപ്പോർട്ട് ഒന്നും ഇല്ലാതെ നമ്മൾ സെൽഫ് മോണിറ്റർ ചെയ്ത് ഫാസ്റ്റ് വെയിറ്റ് റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പലരും എപ്പോഴും ചോദിക്കാറുണ്ട് ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന്. ഇതാണ് കുഴപ്പം, അവരുടെ ന്യൂട്രീഷൻ കിട്ടാതെ വരും. അതിനാണ് നമ്മൾ ക്ലിനിക്കൽ സപ്പോർട്ട് വേണ്ടത്. ക്ലിനിക്കൽ സപ്പോർട്ടിൽ നമ്മൾ ഇൻഷുർ ചെയ്യുന്നത്, ഇപ്പം ബേസിക്കലി ഞാൻ ക്ലിനിക്കൽ സപ്പോർട്ടോട് കൂടിയാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് റിവേഴ്സ് ചെയ്യുക. അതിൽ ഏറ്റവും പ്രധാനം ഡയബറ്റീസ് ആണല്ലോ. അപ്പൊ അതിൽ വരുമ്പോൾ നമ്മൾ കാണുന്ന എല്ലാ ന്യൂട്രിയൻറ്റും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ എക്സസൈസും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് കുറഞ്ഞു വരും. വെയിറ്റ് ആണെങ്കിലും കുറഞ്ഞു വരും. ഈവൻ ഒബേസിറ്റി ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു 3 മാസം കൊണ്ട് 20% വെയിറ്റ്, ഇപ്പം 100 കിലോ ഉള്ളവർക്ക് 3 മാസം കൊണ്ട് ഒരു പ്രോബ്ലം ഇല്ലാതെ, സൈഡ് എഫക്റ്റ് ഇല്ലാതെ നമുക്കൊരു 80 kg കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് വേറെ നമുക്ക് ആ എനർജി ലെവലൊക്കെ കൂടുകയുള്ളൂ, അല്ലാതെ കുറയല്ല. കുറയുന്നുണ്ടെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. കാരണം അതുകൊണ്ടല്ല, ഫുഡിന്റെ കുറവുകൊണ്ടോ കറക്റ്റായിട്ട് അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാത്തവർക്ക് മാത്രമേ പ്രോബ്ലം തോന്നാറുള്ളൂ എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ് എന്ന് രോഗി മനസ്സിലാക്കണം. അതിനാൽ ചികിത്സയുടെ ആദ്യ സ്റ്റെപ്പ് ജീവിതശൈലി ക്രമീകരണമാണ്. രോഗി അതിൽ പരാജയപ്പെടുമ്പോഴാണ് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനായി മരുന്ന് നൽകുന്നത്. 2, ഗർഭിണികളിലും പ്രായപൂർത്തിയായവരിലും വരുന്ന പ്രമേഹത്തിൽ ഇൻസുലിൻ കുറയുകയല്ല, മറിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. ഇൻസുലിനും മരുന്നുകളും ശരീരത്തിലെ ഇൻസുലിന്റെ അളവ് വീണ്ടും കൂട്ടിയാണ് ഷുഗർ കൺട്രോൾ ആക്കാൻ നോക്കുന്നത്. ഇത് അശാസ്ത്രീയമാണ്. 3, പ്രമേഹം നിയന്ത്രിക്കാനായി മരുന്നുകളെ ആശ്രയിച്ചാൽ ജീവിതകാലം മുഴുവൻ ദിവസവും മരുന്ന് തുടരേണ്ടി വരും. മാത്രമല്ല, ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞ് വണ്ണം വയ്ക്കാനുള്ള സാധ്യതയുമുണ്ട്. 4, ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് കൂടുന്നതനുസരിച്ച് മരുന്നിന്റെ അളവ് കൂട്ടേണ്ടി വരും എന്ന് മാത്രമല്ല, പ്രഷറും ഹൃദ്രോഗവും പോലുള്ള രോഗങ്ങൾക്കായി മരുന്ന് തുടരേണ്ടി വരും. 5, ജീവിതകാലം മുഴുവൻ ദിവസവും മരുന്ന് കഴിച്ച് പ്രമേഹ രോഗിയായി തുടരണോ അതോ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ പ്രമേഹത്തിൽ നിന്ന് മുക്തി നേടണോ എന്നത് ഓരോ പ്രമേഹ രോഗിയും സ്വയം ചോദിക്കുക. 6, പ്രമേഹത്തിനും അനുബന്ധ രോഗങ്ങൾക്കും മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സ്വയം ജീവിതശൈലി ക്രമീകരണത്തിലൂടെ മരുന്നുകളിൽ നിന്നും രോഗത്തിൽ നിന്നും മുക്തി നേടാൻ എളുപ്പമല്ല. ഇത്തരം രോഗികൾ ക്ലിനിക്കൽ സപ്പോർട്ടോടെ ജീവിതശൈലി ക്രമീകരിച്ച് പ്രമേഹത്തിൽ നിന്നും മോചനം നേടാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്ന് നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാനും സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിന്റെയോ ഓപ്പറേഷന്റെയോ കുറവ് കൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കൂ. ജീവിതശൈലി രോഗങ്ങൾ കൂടി വരികയാണ്. ഒപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കായി ഓപ്പറേഷനുകൾക്ക് വിധേയരാകേണ്ടി വരുന്ന രോഗികളുടെ എണ്ണവും കൂടി വരുന്നു. ഓപ്പറേഷന് മുമ്പ് രോഗത്തിന്റെ അടിസ്ഥാന കാരണം എന്ത്, ഓപ്പറേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്, ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം.
ഒപ്പം തന്നെ ഓപ്പറേഷനിലൂടെ ലഭിക്കുന്ന പ്രയോജനം, ഓപ്പറേഷൻ കൊണ്ട് രോഗം മാറുമോ, ഇനിയും രോഗമുണ്ടാകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുക. അടുത്തത്, ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോമസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS-ഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MD-യും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെന്റ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെന്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിന്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി, എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി, രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, കിഡ്നി, ലിവർ തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കാനുതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, നമുക്ക് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനുണ്ട്. എന്ത് ബെനിഫിറ്റാണ് ഈ ഡയബറ്റിക് പേഷ്യൻസിന് എന്നുള്ളതാണ്. അപ്പം അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇത് 26 വയസ്സുള്ള മെയിലാണ്, 175 സെൻറ്റിമീറ്റർ പൊക്കം, 86 കിലോ ആണ് തൂക്കം. ഇദ്ദേഹത്തിന് ഡയബറ്റീസ് ആയിട്ട് ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 4 നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട് 8 വർഷമായിട്ട്. അതായത് 18-ാം വയസ്സിൽ ഡയഗ്നോസ് ചെയ്ത് അന്ന് മുതൽ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഡയബറ്റിക് ആയിരുന്നു, ക്യാൻസർ വെച്ചാണ് മരിച്ചത്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം ബേസിക്കലി. അപ്പം ഈ 4 നേരം ഇൻസുലിൻ എടുത്തിട്ടും HbA1c 9.5 ആണ്. ബ്ലഡ് ഷുഗർ വരുമ്പോൾ ആദ്യം നോക്കുമ്പോൾ 232 ഉണ്ട്. ഇൻസുലിൻ ലെവലും ഹൈ ആണ്, 66 ഉണ്ട്. C പെപ്റ്റൈഡ് ലെവലും നോർമൽ റേഞ്ചാണ്, 1.89.
അപ്പം ഇവർക്ക് ശരിക്കും ഇത് ഡയബറ്റിക് ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്നൊന്നും അറിയില്ല. ആദ്യം മുതൽ അത് ടൈപ്പ് 1 ആണെന്നുള്ള നിലയിലാണ് അവർ ഈ ഇൻസുലിൻ ഇങ്ങനെ റെഗുലറായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ 8 ഇയേഴ്സ്, ഇപ്പം 18 ഇയേഴ്സ് മുതൽ നെക്സ്റ്റ് 8 ഇയേഴ്സ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഷുഗർ ഒട്ടും കൺട്രോളും അല്ല. അതാണ് പ്രോബ്ലം. അത് മാത്രമല്ല, അദ്ദേഹത്തിന് പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. കൈക്കും കാലിനും ഒക്കെ വേദനയും, പ്രത്യേകിച്ച് കാലിൻ്റെ ഉള്ളും പാദത്തിൻ്റെ ഉള്ളും ഒക്കെ വേദന, നീറ്റൽ അങ്ങനത്തെ ഉണ്ട്. പിന്നെ അലർജി പ്രോബ്ലംസ് ഉണ്ട്, ഹെഡ് ഏക്ക് ഉണ്ട്. ഇതിനിടയിൽ ഈ ബ്രസ്റ്റ്, ആൺകുട്ടിയാണല്ലോ, ഇതല്ലേ, അപ്പം ബ്രസ്റ്റ് എൻകോറേജ്മെൻ്റ് എന്നും പറഞ്ഞ് ഒരു ലൈപ്പോസെക്ഷൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതൊക്കെയാണ് സിറ്റുവേഷൻ. ആക്ച്വലി ഇദ്ദേഹത്തിന് ഓവർ വെയ്റ്റാണ്. നമ്മൾ ശരിക്കും ഈ ഓവർ വെയ്റ്റ് ഉള്ളവർക്ക് നമ്മൾ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നാച്ചുറലി തന്നെ ബ്രസ്റ്റിൻ്റെ സൈസൊക്കെ കുറഞ്ഞോളും. ശരിക്കും ബ്രസ്റ്റ് ഇങ്ങനെ ആണുങ്ങൾക്ക് ചെയ്യുന്ന മാസ്റ്റക്ടമിയും ഇത്തരം സർജറീസൊക്കെ നമുക്ക് ശരിക്കും ജീവിതശൈലി കറക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രഷർ 140, 150, 100 ഉണ്ട് ഓൾറെഡി. ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. ഹൈപ്പർ ടെൻഷൻ മരുന്നൊന്നും കഴിക്കുന്നില്ല എന്ന് മാത്രം. കാരണം ഇൻസുലിൻ ഇത്ര കൂടുതലല്ല, ഇൻസുലിൻ ലെവലും കൂടുതലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇൻസുലിൻ ലെവൽ മാക്സിമം ആകാവുന്ന ഒരു 25 ഒക്കെയാണ്. അതിനിപ്പോൾ 66 ഉണ്ട്. അപ്പം ഇൻസുലിൻ കൂടുന്നതനുസരിച്ച് പ്രഷർ വരാനുള്ള ചാൻസും കൂടും. കാരണം ഇൻസുലിൻ സോഡിയം റിട്ടൻഷൻ ഉണ്ടാക്കും, അങ്ങനെ പ്രഷർ കൂടും. അപ്പോൾ ഇദ്ദേഹം എടുക്കുന്ന മരുന്നാണേലും ഇൻസുലിൻ അസ്പാർട്ടാണ്, ശരിക്കും അനലോഗാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നാച്ചുറൽ, പ്രത്യേകിച്ച് ഈ ടൈപ്പ് 1 ഒക്കെ സസ്പെക്ട് ചെയ്യുന്നവർ തന്നെ നാച്ചുറലാണ് എടുക്കാൻ ഏറ്റവും നല്ലത്. ഇൻസുലിൻ അസ്പാർട്ട് എടുക്കുന്നുണ്ട്, 3 നേരം എടുക്കുന്നുണ്ട്. അതുകൂടാതെ ലാൻഡസ് ഇൻസുലിൻ ഗ്ലാർജിനാണ്. ഗ്ലാർജിന് നൈറ്റിൽ ഒരു സെക്കൻഡ് ഡോസ്, അങ്ങനെ 4 ടൈംസാണ് ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയബറ്റീസിൻ്റെ ഇൻസുലിൻ ഫസ്റ്റ് ഡേ തന്നെ തുടങ്ങുന്നതോടുകൂടി നിർത്തുക. എന്നിട്ട് വീട്ടിലിരുന്ന് തന്നെ നമ്മൾ ബ്ലഡ് ഷുഗർ നോക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് 2 hours കഴിയുമ്പോൾ തന്നെ ഷുഗർ കൺട്രോൾ ആവുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാമൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പോയി നാളെ മുതൽ തുടങ്ങുവാണെങ്കിൽ നാളെ രാവിലെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും നോക്കി, പിന്നെ നമ്മൾ ഈ ഡയറ്റും എക്സസൈസും ആയിട്ട് പോകുമ്പം നമുക്ക് ഇപ്പോൾ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇത് സ്പെഷ്യൽ ന്യൂട്രീഷൻ കൊടുത്തിരിക്കുന്ന കഴിച്ചാൽ 10 മണിയാകുമ്പോഴേക്കും തന്നെ നമുക്ക് റിസൾട്ട് അറിയാവുന്നുള്ളതാണ്. ഇൻസുലിൻ എടുത്തിട്ടില്ലല്ലോ, ഇൻസുലിൻ എടുക്കാതെ ഷുഗർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കിയാൽ മാത്രം മതി. ഇപ്പോൾ ഈവൻ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒരു 200 ഉണ്ടെങ്കിൽ തന്നെ ഈ എക്സസൈസും കഴിഞ്ഞ് ഈ ഫുഡും കഴിഞ്ഞിട്ട് 2 hours ആകുമ്പോഴേക്കും 200 ഉള്ളത് ഒരു 170 എത്തിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ ബ്ലഡ് ഷുഗർ നോർമൽ എത്തും എന്നുള്ളതാണ്. ഇതിൻ 24 hours എത്ര കൂടുതൽ, ഇപ്പം നമ്മൾ ബേസിക്കലി 500-ന് മുകളിലൊക്കെ ഉള്ളവരുടെ പോലും നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പം കാണാറുണ്ട്, പല ലെവലിലുള്ള പേഷ്യൻസിനെ കാണാറുണ്ട്. ഒത്തിരി കൂടുതലുള്ളതാണ് ചിലപ്പോൾ ഒരു 48 hours വരെ എത്തിയിരിക്കും. പിന്നെ പേഷ്യൻ്റ് എത്ര കറക്റ്റായിട്ട് തോന്നുന്നു. അതിൻ്റെ ഇടയിൽ പോയി ബിരിയാണി കഴിക്കുകയോ ഫ്രൂട്ട്സ് എടുത്ത് തിന്നുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ ആ കൺട്രോൾ കിട്ടുകയില്ല. അപ്പോൾ നമ്മൾ ഷുഗർ കൺട്രോൾ ആകുന്നോടം വരെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുക, ഡയറ്റ് ഇത് നോക്കുക. വൺസ് ഷുഗർ കൺട്രോൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുവരത്തേക്ക് നമ്മൾ സ്പെഷ്യൽ ന്യൂട്രീഷൻ ഉണ്ടാവും. പിന്നെ ലോ കാർബായിട്ടുള്ള ലീഫി വെജിറ്റബിൾസ്, നോൺ വെജ് ഐറ്റംസ് ഒക്കെ ആവുന്നത്. വൺസ് ഷുഗർ കൺട്രോൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കുറേശ്ശെ ആഡ് ചെയ്ത് തുടങ്ങാം. പക്ഷേ ഇദ്ദേഹത്തിന് ഓവർ വെയ്റ്റ് ഉണ്ട്, ഓവർ വെയ്റ്റും കൂടെ കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ 86 kg ആണ് വെയിറ്റ് ഉള്ളത്. അത് കുറച്ച് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ നമ്മൾ റിസൾട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8th day ആയപ്പോഴേക്കും തന്നെ 9.5 നിന്ന് 8th ഡേക്ക് വരുമ്പോഴേക്കും ഇൻസുലിൻ ഇല്ലാതെ 8.8 വന്നു. 15th day ആയപ്പോഴേക്കും 8.3 ആയി. 30th day ആയപ്പോഴേക്കും 7.3 ആയി. മരുന്നില്ലാതെ അന്ന് ഓർക്കണം, 4 നേരം ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്ന ആളാണ്. ആക്ച്വലി 120 days ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ HbA1c 4.8 ആയെന്നുള്ളതാണ്. നമ്മൾ 6 താഴെ ഒരു 5.7, 5.5 എത്തിക്കണമെന്നാണ് എല്ലാവരോടും പറയുന്നത്. അത് ആക്ച്വലി 4.8 കൊണ്ടുവരാൻ പറ്റി. ആൻഡ് ഓൾസോ ഹിസ് വെയ്റ്റും നമ്മൾ മനസ്സിലാക്കണം, 68 കുറച്ചു.
അപ്പോൾ 86 68 ബോഡി കറക്റ്റ് ചെയ്യുന്നതും കൂടെ വെരി ഇമ്പോർട്ടൻ്റ്. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇൻസുലിൻ ലെവലും ഷുഗർ ലെവൽ മാത്രമല്ല, ഷുഗർ ലെവൽ 191 ആണ്. 120 ഡേയ്സിന് വന്ന് നോക്കുമ്പോൾ ഷുഗർ ലെവൽ 191, HbA1c 4.8, ഇൻസുലിൻ ലെവൽ 6. അത്ര ഈവൻ ഇൻസുലിൻ ലെവൽ അത്രയും മതി. നോർമലി ഒരാൾക്ക് 4 5 ഒക്കെ മതിയാവും, പ്രൊവൈഡഡ് നോർമൽ ഷുഗർ ആണെങ്കിൽ. അപ്പം അത്ര ഫാസ്റ്റായിട്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം ഇതിലേക്ക് വന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ലൈഫ് ലോങ് ഇതും എടുക്കണം. പിന്നെ ഓരോരോ അസുഖങ്ങൾ വരും. ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ്ലി തന്നെ പ്രഷറിൻ്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യണം, പിന്നെ ഹാർട്ട് അറ്റാക്കിലേക്ക് പോകാം. അങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് വരാവുന്നതാണ്. അതിനകത്തുനിന്നാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈവൻ ട്രൈഗ്ലിസറൈഡൊക്കെ വരുമ്പോൾ കൊളസ്ട്രോള് 280, ട്രൈഗ്ലിസറൈഡ് 327 അങ്ങനെ ആയിരുന്നു. ഈവൻ ലിവർ ഫങ്ഷനിൽ ചെറിയ ചേഞ്ച് ഉണ്ടായിരുന്നു. HSCRP, CRP, കാർഡിയാക് മാർക്കേഴ്സ് ഒക്കെ കൂടുതലുണ്ടായിരുന്നതാണ്. ഇതെല്ലാം വിതിൻ മന്ത് നമ്മൾ ഈ പാരാമീറ്റേഴ്സ് എല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് വരാം. എന്തല്ല ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കൊളസ്ട്രോളൊക്കെ 15th ഡേ വന്നപ്പോൾ തന്നെ കൊളസ്ട്രോൾ നോർമലായി. ട്രൈഗ്ലിസറൈഡ് 327 നിന്നിരുന്നത് 167 വന്നു എന്നുള്ളതാണ്. നമുക്ക് കറക്റ്റായിട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ട്രെൻഡ് അങ്ങനെയല്ലല്ലോ, എന്തിനും മരുന്നെന്നുള്ളതല്ലേ, അല്ലാതെ ഇങ്ങനെ ഒരു ആസ്പെക്റ്റ് ആരും ചിന്തിക്കുന്നത് തന്നെയില്ല. പക്ഷെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്ര സിമ്പിളായിട്ട് നമുക്കൊരു വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ അത്ര സിമ്പിളായിട്ട് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത പേഷ്യൻ്റ് ഒരു ലേഡിയാണ്. 75 വയസ്സ്, 148 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 61 കിലോ ആണ് തൂക്കം. 29 വർഷമായിട്ട് ഡയബറ്റിസ് ഉണ്ട്. ഹൈപ്പർ ടെൻഷൻ 4 വർഷമായിട്ടുണ്ട്. തൈറോയിഡ് ഒരു 15 years ആയിട്ടുണ്ട്. ഇപ്പോൾ കിഡ്നി ഫെയിലിയർ ഉണ്ട്. അതുപോലെ ഓൾറെഡി CA ബ്രസ്റ്റ് വന്നിട്ട് 2012 ലെഫ്റ്റ് ബ്രസ്റ്റ് റിമൂവ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ കാലിന് നീരുണ്ട്, വെരിക്കോസ് വെയിൻസ് ഉണ്ട്. പിന്നെ കയ്യിലൊക്കെ ഹെമറേജസ് ഉണ്ട്, പർട്ടിക്കുലർ ഹെമറേജസ്. അത് ഈ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്നതുകൊണ്ട് വന്നിരിക്കുന്ന ബൈപ്പാസ് സർജറി ചെയ്തതാണ്. അപ്പം മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആണ് ഓൾറെഡി. ഇപ്പം ഡയബറ്റീസുകാർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഹാർട്ട് പ്രോബ്ലം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതെല്ലാം ഇവർക്കുണ്ടെന്നുള്ളതാണ്. ഡയബറ്റീസ് വന്നു, അത് കഴിഞ്ഞിട്ട് പ്രഷർ വന്നു, ഹാർട്ട് ഡിസീസ് വന്നു, ബൈപ്പാസ് ചെയ്തു. 2006 ബൈപ്പാസ് ചെയ്തു. 2012 ലെഫ്റ്റ് ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. പിന്നെ തൈറോയിഡ് ഉണ്ട്, ഇപ്പോൾ റീനൽ ഫെയിലിയറും കൂടെ ഉണ്ട്. കൂടാതെ വെരിക്കോസ് വെയിൻസ് ഉണ്ട്, ടെൻഷനുണ്ട്, അങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ്. അപ്പം ഈ മരുന്നുകൾ കഴിക്കുന്നതാണെങ്കിലും ഓൾമോസ്റ്റ് തൈറോയിഡിന് വേണ്ടിയിട്ട് ലിവോതൈറോക്സിനുണ്ട്, ഡോപ്പാഗ്ലിഫ്ലോസിൻ കഴിക്കുന്നുണ്ട് 2 നേരം, ടെനഗ്ലിപ്റ്റിൻ ഷുഗറിന് വേണ്ടിയിട്ട് കഴിക്കുന്നുണ്ട്. കൂടാതെ മിക്സ്റ്റാർഡ് 2 നേരം ഇൻസുലിൻ ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. പിന്നെ മെറ്റാക്കാർഡ്, അത് മെറ്റപ്രലോളും ഹൈഡ്രോക്ലോറോതൈസൈഡ്, അത് BP-ക്ക് വേണ്ടിയിട്ട് 2 തരം മരുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റീറോയിഡ് കെനാഡിയ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് കിഡ്നിക്ക് വേണ്ടിയിട്ട് കഴിക്കുന്നുണ്ട്. ബൈലിപ്സ, സെറോഗ്ലിറ്റസർ, അതും ഡയബറ്റീസിനും അതുപോലെ കൊളസ്ട്രോളിനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ബെഡനോസൈഡ്, ദറ്റ് ഈസ് പിന്നെ ഫെബുക്സോസ്റ്റാറ്റിൻ, യൂറിക് ആസിഡിന് വേണ്ടി ഫെബുക്സോസ്റ്റാറ്റിൻ കഴിക്കുന്നുണ്ട്. ശരിക്കും ഇവരുടെ പ്രോബ്ലം ശരിക്കും യൂറിക് ആസിഡ് വേറൊന്നും കൊണ്ടല്ല, കിഡ്നി ഫെയിലിയർ കൊണ്ട് വന്നിരിക്കുന്നത്. ശരിക്കും ഇത് നമ്മൾ ഫെബുക്സോസ്റ്റാറ്റിൻ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒത്തിരി കൂടി പോകുമ്പം ഡോക്ടേഴ്സ് കൊടുക്കാറുണ്ട്, ബേസിക്കലി അങ്ങനെയാണ്. പിന്നെ അസനിഡിപ്പിൻ, അതും BP-ക്ക് ആയിരിക്കണം. ഡിപ്ലാറ്റ്, ആസ്പിരിൻ പ്ലസ് ക്ലോപ്പിഡോഗ്രിൽ എടുക്കുന്നുണ്ട്. അറ്റോവസ്റ്റാറ്റിൻ എടുക്കുന്നുണ്ട്. ക്ലിനിഡിപ്പിൻ, അതും BP-ക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന്. സോ മെനി BP-ക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകളും സോ മെനി ഡയബറ്റീസിനുള്ള മരുന്നുകളും കിഡ്നിക്ക് വേണ്ടിയിട്ട്, അങ്ങനെ മൾട്ടിപ്പിൾ മെഡിക്കേഷൻസാണ്. 16 ഗുളികയുണ്ട്, 2 ഇഞ്ചക്ഷനും ഉണ്ട്. അതുകൂടാതെ
സോ മെനി മരുന്നുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം ആണെങ്കിലും HbA1c 7.1 ആണ് നമ്മൾ ആദ്യം നോക്കും, ഇത്രയും മരുന്നൊക്കെ ഉണ്ടായിട്ട്. അത് 8th ഡേ ആയപ്പോഴേക്കും നമ്മൾ എല്ലാ ഡയബറ്റിക് മെഡിസിൻസും ഫസ്റ്റ് ഡേ തന്നെ നിർത്തും എന്നുള്ളതാണ്. കാരണം ഇവരുടെയും ഇൻസുലിൻ ലെവൽ ഒക്കെ നോർമലാണ്, സി പെപ്റ്റൈഡ് നോർമലാണ്, ഇൻസുലിൻ ലെവൽ കൂടുതലാണ്. കാരണം ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളുണ്ടല്ലോ, 35 ഉണ്ട്, ഇൻസുലിൻ കൂടുതലാണ്. അതേസമയത്ത് സി പെപ്റ്റൈഡ് നോർമലാണ്. പിന്നെ ഇവർക്ക് അമൈലേസും ലൈപ്പേസും പാൻക്രിയാസിൽ നീർക്കെട്ട് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് കാണുന്നുണ്ട്. പിന്നെ ഉള്ളത് മെയിൻലി കിഡ്നി പ്രോബ്ലം, പിന്നെ HSCRP CRP ഒക്കെ ഹൈ ആണ്. അത് കാർഡിയാക് മാർക്കേഴ്സിലാണ് വരുന്നത്. ഈവൻ ലിവർ എൻസൈംസും കൂടുതലാണ്. ലിവർ നമ്മൾ ഈ ഡയബറ്റിക് പേഷ്യൻസ് മിക്കവാറും എല്ലാവരും അങ്ങനെയായിരിക്കും. യൂഷ്വലി ഫാറ്റി ലിവർ ഉണ്ടാവും സ്കാനിങ് നോക്കുമ്പോൾ. അപ്പം നമ്മൾ ഇവരുടെ റിസൾട്ടൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുന്ന് നിർത്തിയിട്ട് 8th ഡേ ആയപ്പോഴേക്കും തന്നെ HbA1c വിതിൻ 24 hours തന്നെ വിതിൻ എ ഡേ തന്നെ വിതിൻ ഒരു 12 hours തന്നെ അവർ ബ്ലഡ് ഷുഗറൊക്കെ കൺട്രോളായിരുന്നു. അതിൻ്റെ 8th ഡേ വരുമ്പം അവരുടെ HbA1c 6.9, RBC 8.4. ഈവൻ 42 ഉണ്ടായിരുന്നുള്ള GFR 8th ഡേ ആയപ്പോഴേക്കും തന്നെ 47ലേക്ക് വന്നു. ആൻഡ് 15th ഡേ ആയപ്പോഴേക്കും HbA1c 6.6 കുറഞ്ഞു. 30th ഡേ ആയപ്പോൾ 5.8 ആയി. 60th ഡേ ആയപ്പോഴേക്കും HbA1c 5.2 അപ്പോഴേക്കും ആക്ച്വലി 60th ഡേ ആയപ്പോഴേക്കും അവരുടെ മരുന്നുകളെല്ലാം ആകെ ഒരു ടാബ്ലറ്റ് മാത്രമാണ് കഴിക്കുന്നത്. അതും ആ ബ്ലഡ് തിന്നർ മാത്രമാണ്. അതിൽ ഒരെണ്ണം, 2 ബ്ലഡ് തിന്നേഴ്സ് ക്ലോപ്പിഡോഗറിലും 2 ഉണ്ടായിരുന്നു, അത് ഒരെണ്ണമാക്കി കുറച്ചു. 90th ഡേ ആയപ്പോഴേക്കും ഒരു മരുന്നുമില്ല. HbA1c നോക്കണം, 5.2 5.4 ആണ് 90th ഡേ ആയപ്പോഴേക്കും. 5.3 അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിരിയൊക്കെ മാറി നിൽക്കും. HbA1c 90th ഡേ ആയപ്പോഴേക്കും 60th ഡേ ആയപ്പോഴേക്കും 60 ആയി 66 കൂടി. റീനൽ ഫെയിലിയർ ഒരു ലെവലിൽ നിന്ന് മറ്റതിലേക്ക്, അതായത് കുറച്ച് കുറഞ്ഞ് ഗ്രേഡ് 2 വന്നെന്നുള്ളതാണ്. അപ്പോൾ എല്ലാ മരുന്നുകളും നിർത്താൻ പറ്റി. ഈവൻ കാർഡിയാക് ഹെൽത്ത് തന്നെ ബൈപ്പാസൊക്കെ ചെയ്ത ആളാണ്. HSCRP എല്ലാ കാർഡിയാക് മാർക്കേഴ്സും നോർമലിലേക്ക് വന്നെന്നുള്ളതാണ്. കൊളസ്ട്രോളിന് മരുന്നൊന്നും ഇല്ലാതെ കൊളസ്ട്രോളും ഒക്കെ കുറഞ്ഞു. അവർ 61 kg ഉണ്ടായിരുന്നത് അവർ 90 days ആയപ്പോഴേക്കും 49 വന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ശരിക്കും അവർക്ക് ഹൈറ്റ് 148 centimeters ആണ്. അപ്പോൾ ശരിക്കും 45 കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും കൂടി എത്തിയാൽ ടോട്ടലി സേഫ് ആവുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു രോഗമല്ല മാറുന്നത്, നമ്മൾ പല രോഗങ്ങൾ ഒന്നിച്ച് തന്നെയാണ് മാറിക്കിട്ടുന്നതെന്നുള്ളതാണ്. നമ്മൾ ഓരോ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ ഓരോന്നിനും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അതിൻ്റെ മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റും കൂടെ നമ്മൾ എടുക്കണം. രോഗം ഒരിക്കലും മാറുകയില്ല. അതേസമയം ജീവിതശൈലി കറക്റ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഒരേ സമയത്ത് എല്ലാ രോഗങ്ങളും മാറും. ഇനി ഫ്യൂച്ചറിലാണേലും ഈവൻ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഓൾറെഡി ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്ന പേഷ്യൻ്റ് ആണല്ലോ, അപ്പോൾ ഇനി ഒരു ബ്രസ്റ്റ് ക്യാൻസർ മറ്റേതിന് വരാനുള്ള ചാൻസും കൂടി ഇതിനകത്ത് കുറയുക എന്നുള്ളതാണ്. ബിക്കോസ് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് ചെയ്യുകയാണ്, നമ്മുടെ ബോഡി കറക്റ്റ് ചെയ്യുകയാണ്, ഹോർമോൺ പാരാമീറ്റേഴ്സ് കറക്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഈ ബെനിഫിറ്റ് കിട്ടുന്നത്. ഒരു കേസ് സ്റ്റഡിയും കൂടെ പറയാം. ഇദ്ദേഹം 67 വയസ്സുള്ള മെയിലാണ്, 172 centimeter പൊക്കം, 65 kilo ആണ് തൂക്കം. ഓവർ വെയ്റ്റ് ഒന്നുമില്ല, നോർമൽ. 33 വർഷമായിട്ട് ഡയബറ്റിക്കാണ്, 10 വർഷമായിട്ട് ഹൈപ്പർ ടെൻഷനുണ്ട്, ഒരു 25 years ആയിട്ട് എപ്പിലെപ്സിക്കും കൂടെ മരുന്ന് കഴിക്കുന്നുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിന് കിഡ്നിയുടെ പ്രശ്നമുണ്ട്, കിഡ്നി സ്റ്റോൺ ഉണ്ട്, BPH ഉണ്ട്, ഫാറ്റി ലിവർ ഉണ്ട്, അങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ്, അലർജി ഉണ്ട്, അങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉണ്ട്. അദ്ദേഹം കുറേ മരുന്നുകളും ഇൻസുലിനാണ് എടുക്കുന്നുണ്ട്. പിന്നെ വിഡാഗ്ലിപ്റ്റിൻ എടുക്കുന്നുണ്ട് ഡയബറ്റീസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ. പിന്നെ മെറ്റ്ഫോമിൻ എടുക്കുന്നുണ്ട്. പിന്നെ അമിലോഡിപ്പിൻ എടുക്കുന്നുണ്ട്, ബിസപ്രലോൾ ഉണ്ട്, ടൊസിലാക്ക് ഉണ്ട്. അപ്പോൾ 3 ഗുളികകൾ അതിന് വേണ്ടിയിട്ടുണ്ട്. അസറ്റോർ ഉണ്ട്, ദറ്റ് ഈസ് സ്റ്റാറ്റിൻ ഉണ്ട്, ഹാർട്ടിന് വേണ്ടിയിട്ട് ക്ലോപ്പിലെറ്റ് ഉണ്ട്, പിന്നെ ലെവിഗ്രസ് ഉണ്ട്. ഇതുകൂടാതെ ഹിസൈഡിൻ
കാൽബ്രിറ്റ്, അങ്ങനെ കുറേ മരുന്നുകൾ കഴിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ നമ്മൾ ബ്ലഡ് ബേസിക്കലി നമ്മൾ എല്ലാവരുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രധാനമായിട്ടും നോക്കുന്നത് ടൈപ്പ് 1 ഡയബറ്റീസ് ആണോ ടൈപ്പ് 2 ആണോ എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇൻസുലിൻ ലെവൽ കൂടുതലാണ്, ഇൻസുലിൻ എടുക്കുന്നുള്ള പേഷ്യൻ്റാണ്, ഷുഗറും കൂടുതലാണ്. അപ്പോൾ ആദ്യം നോക്കുമ്പം 7.9 ആണ് HbA1c, ഇൻസുലിൻ ലെവൽ 46 കൂടുതലാണ്, ബ്ലഡ് ഷുഗറും കൂടുതലാണ് 189, സി പെപ്റ്റൈഡ് നോർമലാണ്, സി പെപ്റ്റൈഡ് 3.4 ഉണ്ട്, പാൻക്രിയാസ് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. GFR കുറവാണ്, 61 വന്നിട്ടുണ്ട് GFR. പിന്നെ കുറച്ച് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, HSCRP കൂടുതൽ, അതുപോലെ തൈറോയിഡിൻ്റെ തുടക്കം, TPO, ഒരു ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. ഇതെല്ലാമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്മൾ റിസൾട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലാണെങ്കിൽ ഒരു 13 തരം മരുന്നും ഇഞ്ചക്ഷനുമാണ് ഇദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 8th ഡേ ആയപ്പോഴേക്കും തന്നെ ഇൻസുലിനും ഡയബറ്റീസിൻ്റെ എല്ലാ മരുന്നും നമ്മൾ നിർത്തും. പിന്നെ അടുത്തതായിട്ട് നിർത്താൻ നോക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂഷ്വലി നമ്മൾ പലതരം ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ യൂഷ്വലി അതിൽ ആവശ്യം ഉണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ വരുന്നുള്ളൂ. നമ്മൾ കറക്റ്റ് ന്യൂട്രീഷൻ കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് സ്പെഷ്യൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിന് മാത്രമായിരിക്കും കൊടുക്കുക. പിന്നെ BP മരുന്ന് ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ BP 2-3 ദിവസം ആകുമ്പോഴേക്കും ഈ കറക്റ്റ് ഡയറ്റിലേക്ക് വരുമ്പോൾ 2-3 ദിവസം ആകുമ്പോൾ തന്നെ BP കുറഞ്ഞു വരാൻ തുടങ്ങും. അപ്പോൾ തന്നെ നോക്കി ഓരോന്നായിട്ട് കുറച്ചുകൊണ്ട് വരുമായിരിക്കും ചെയ്യുന്നത്. BP മരുന്ന് കുറയ്ക്കുന്നത് സഡനായിട്ട് ഡയബറ്റീസിൻ്റെ പോലെ കുറയ്ക്കാൻ പറ്റില്ല, സ്ലോ ആയിട്ട് ഓരോന്നായിട്ട് കുറച്ചുകൊണ്ട് വന്ന് നിർത്തായിരിക്കും ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഡയബറ്റീസിൻ്റെ നോക്കിയാൽ HbA1c 7.9 ഉണ്ടായിരുന്നത് 8th ഡേ ആയപ്പോഴേക്കും അത് 7.6 വന്നു. നെക്സ്റ്റ് 15th ഡേ ആയപ്പോൾ 7.3 ആയി, 30th ഡേ ആയപ്പോൾ 6.8 ആയി, 60th ഡേ ആയപ്പോഴേക്കും 6 ആയി, 90th ഡേ ആയപ്പോഴേക്കും 5.7 ആയി. ഫസ്റ്റ് ഇനീഷ്യലി തന്നെ ബ്ലഡ് ഷുഗർ കൺട്രോളായി. പക്ഷേ ബ്ലഡ് ഷുഗർ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇഷ്ടമുള്ളത് കഴിച്ചോളാൻ പറയും. അന്ന് മാത്രം ചിലപ്പോൾ ഇത്തിരി ഷുഗർ അത് കൂടും. കാരണം നമ്മൾ നന്നായിട്ട് കാർബോഹൈഡ്രേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് കൂടും. അപ്പോൾ അതിന് അന്നേരത്തേക്ക് ഒരു കൺട്രോളിന് വേണ്ടിയിട്ട് ഒരു നേരം മാത്രം ലൈറ്റായിട്ടുള്ള യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ ചിലപ്പോൾ എടുക്കേണ്ടി വരും. അത് ഓരോരുത്തരെയും എത്ര കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നു എന്നനുസരിച്ചാണ് വരുന്നത്. അതുപോലെ GFR അദ്ദേഹത്തിൻ്റെത് 61 ഉണ്ടായിരുന്നത് 1 month ആയപ്പോഴേക്കും അത് 70 കൂടിയെന്നുള്ളതാണ്. അപ്പം ബേസിക്കലി അത് പിന്നെ 90th ഡേ ആയപ്പോഴേക്കും 72. സോ GFR ഒത്തിരി കൂട്ടാൻ പറ്റില്ല, പക്ഷേ നെക്സ്റ്റ് ലെവലിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പം അതാണ് ഒരു കുറച്ചും കൂടെ ഇത്രയും പ്രായമുള്ള ആളും കൂടെ അല്ലേ. പിന്നെ അദ്ദേഹം വേറൊരു പ്രോബ്ലം കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് എപ്പിലെപ്സിക്ക് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതെടുത്താലും അദ്ദേഹത്തിന് ഇടയ്ക്ക് വരും. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കതിൻ്റെ സിംറ്റംസ് എനിക്ക് മനസ്സിലാകും, ഉറക്കക്കുറവോ അല്ലെങ്കിൽ സ്ട്രെസ്സോ വന്നു കഴിഞ്ഞാലാണ് വരുന്നത്. അപ്പം നമ്മൾ അത് പതുക്കെ കുറച്ചുകൊണ്ട് വന്നിട്ട് ഉറക്കക്കുറവ് വരുമോ അല്ലെങ്കിൽ വരാനുള്ള സ്ട്രെസ്സ് വരുമ്പോൾ മാത്രമായിട്ട് കുറച്ചു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡെയിലി നമ്മൾ ഈ എപ്പിലെപ്സിക്ക് വേണ്ടിയിട്ട് മരുന്ന് എടുക്കണ്ട. കാരണം ഡെയിലി എടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു ആവശ്യം വരുമ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ട് ഇഫക്റ്റീവായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെ എല്ലാ മരുന്നും കുറയ്ക്കാൻ പറ്റി. ആകെ ഈ എപ്പിലെപ്സിയുടെ മരുന്ന് മാത്രം ഉറക്കം കിട്ടാതെ വരുമോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ലെവൽ കൂടുവാണെങ്കിൽ അപ്പോൾ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ലാസ്റ്റ് ഐ തിങ്ക് 1 yearൽ റിവ്യൂവിന് വന്നെന്ന് തോന്നുന്നു. അതിനിടയൊക്കെ ഒരു 3-5-6 പ്രാവശ്യം മാത്രമേ അദ്ദേഹത്തിന് എടുക്കേണ്ട വന്നിട്ടുള്ളൂ വൺസ് നിർത്തി കഴിഞ്ഞിട്ട്. അത് പതുക്കെ ലാസ്റ്റാണ് ആക്ച്വലി ഈ എപ്പിലെപ്സിയുടെ മരുന്നൊക്കെ നമ്മളെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് കുറയ്ക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അതാണ് ഇത്രയും വർഷങ്ങളായിട്ട് ഇൻസുലിനുള്ള ഇത്രയും പ്രായമുള്ള ഒരാൾക്ക് പോലും ഇൻസുലിൻ്റെയും ഡയബറ്റിക് മെഡിസിൻസിനകത്തുനിന്നും ഒൺലി തിങ് നമ്മളൊരു വില്ലിങ്നെസ് ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. കറക്റ്റ് ചെയ്യാൻ വില്ലിങ്ങാണ്. അതായത് നമുക്ക് ഒരു രോഗമുക്തിക്കുള്ള നമ്മളൊരു മെൻ്റൽ സ്റ്റാറ്റസിലേക്കും കൂടെ വരണം. രോഗം നമ്മളും കൂടി വരുത്തി വയ്ക്കുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ആദ്യം വേണ്ടത്. അപ്പോൾ രോഗമുക്തിക്ക് വേണമെങ്കിൽ, ആ രോഗമുക്തി കിട്ടണമെങ്കിൽ അതിനുള്ള ഒരു നമ്മൾ അതിന് ചേഞ്ച് ചെയ്യാനുള്ള വില്ലിങ്നെസ് ഉണ്ടാവണം.
അപ്പൊ അതില്ലാതെ വരുന്നത് കൊണ്ടാണ് പലപ്പോഴും പലരും ഉണ്ട് കുറേ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടാവും, പക്ഷെ വന്ന് അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റില്ല, ഡയറ്റ് ഒന്നും നോക്കാൻ എനിക്ക് പറ്റില്ല, ആ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ രോഗങ്ങളും അതിൻ്റെ കോൺസിക്വൻസസും സഹിക്കേണ്ടി വരും. അതേസമയത്ത് നമുക്കിപ്പോഴത്തെ, പണ്ടൊന്നും നമുക്കിങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നില്ല. ഈവൻ പലപ്പോഴും ഡോക്ടേഴ്സിനൊക്കെ ആണെങ്കിൽ ഇതൊരു അത്ഭുതമായിട്ട് വരും. കാരണം ഡോക്ടേഴ്സൊക്കെ ആകെ ഇൻസുലിൻ കൊടുക്കുക, മരുന്ന് കൊടുക്കുക, ഇത് മാത്രമല്ല ചെയ്യുന്നത്. അപ്പം ഈ ഒരു ആസ്പെക്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുത്ത് നമ്മളത് ചെയ്താൽ നമുക്കിതിനകത്തുനിന്നൊക്കെ മാറാൻ പറ്റും. ഒരെണ്ണമല്ല, എല്ലാത്തിൽ നിന്നും ഒരേ സമയം തന്നെ മാറിയെടുക്കാം. പിന്നെ എന്തെങ്കിലും ആവശ്യം അതാണ് നമ്മുടെ ആ ഇൻ്റലിജൻസും കൂടെ യൂസ് ചെയ്ത് നമ്മുടെ ജീവിതശൈലിയിൽ എന്തെങ്കിലും തെറ്റുകയാണെങ്കിൽ അപ്പോൾ അതനുസരിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും കൂടെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് രോഗങ്ങളൊന്നും ഇല്ലാതെ കംഫർട്ടബിളായിട്ട് ഒരു പരിധി വരെ പോകാൻ പറ്റും. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിന്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിന്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കും ആണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും അറിയാനാകും. ഓരോ രോഗത്തിന്റെയും കാരണം, രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗം എങ്ങനെ തുടക്കത്തിലേ കണ്ടെത്താം, വേണ്ടിവരാവുന്ന പരിശോധനാ രീതികളുടെയും ചികിത്സാ രീതികളുടെയും ഗുണദോഷങ്ങൾ, പാർശ്വഫലങ്ങൾ, അപകട സാധ്യതകൾ തുടങ്ങിയവയ്ക്കൊപ്പം ജീവിതശൈലിയുമായി രോഗത്തിനുള്ള ബന്ധത്തെയും ജീവിതശൈലി ക്രമീകരണത്തിന്റെ പ്രാധാന്യത്തെയും ശാസ്ത്രീയ വശങ്ങളെയും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെയും കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോകൾക്കായി പ്ലേലിസ്റ്റ് കാണുക. ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ രോഗങ്ങളും ഒരേ രോഗത്തിന് പലതരം പരിശോധനാ രീതികളും ചികിത്സാ രീതികളും ഉള്ള ഇക്കാലത്ത് രോഗത്തിന്റെ പ്രത്യേകതകളും പരിശോധനകളുടെയും മരുന്നുകളുടെയും ഓപ്പറേഷനുകളുടെയും ഒക്കെ പാർശ്വഫലങ്ങളെക്കുറിച്ചും അപകട സാധ്യതകളെക്കുറിച്ചും അറിവുണ്ടാകേണ്ടത് ആരോഗ്യ സംരക്ഷണത്തിന് അനിവാര്യമാണ്. വ്യക്തമായ ശാസ്ത്രീയമായ അറിവുണ്ടായാൽ മാത്രമേ രോഗമുക്തിക്കുതകുന്ന ചികിത്സ തിരഞ്ഞെടുക്കാനും ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് സാധ്യമാക്കാനും കഴിയൂ. താങ്ക് യു.